തള്ളല്ലേ പ്ലീസ്, എന്റെ ലഗേജ് ഒന്ന് എടുത്തോട്ടെ. അല്ല അങ്ങോട്ട് ബാലൻസ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അല്ല അതല്ല അല്ല വേറെ ഇല്ലേ തെരുവിടെ ഒന്ന് സമാനം. എനിക്ക് സാർ എനിക്ക് ബാലൻസ് ഇടാണ്ട് എനിക്കുണ്ട്. അയ്യോ ബാലൻസ് തരാണ്ടോ? 50 രൂപ 3 തവണ മാറി എടുത്തോ. 20 രൂപ പെൺകുട്ടി കൊടു. 20 കടന്നോർക്കോട്ടെ 3 തവണ മാറി എടുത്തോളൂ. മനസ്സിലാവത്തില്ലയോ? അയ്യോ തന്നാലും കുഴപ്പമില്ല, കൊണ്ടുപോകണം. സമയം പേടിക്കണ്ടെന്നേ. അല്ല അതുകൊണ്ടല്ല അയാൾ മാറിക്കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ അയാൾ മാറിക്കൊണ്ടു. ഞാൻ എങ്ങനെ വരും? അയാളുടെ പേരെന്തുവാ? പോയി തിരക്കടോ. ചില്ലറ വാങ്ങാനെന്നും പറഞ്ഞു പോയ യാത്രക്കാരനെ തിരക്കി അദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്ന ബസ്സിനരികിൽ തന്നെ കാത്തു നിൽക്കുന്നു. ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ എത്ര സമയം വെയിറ്റ് ചെയ്യാ? അല്ല ഞാനും നിങ്ങളോട് ഇവിടെ വെയിറ്റ്. എനിക്കതറിയേണ്ട കാര്യമില്ല, എനിക്ക് എന്റെ കാശ് വേണം. അയാൾ കാശ് കൊണ്ടുവരാൻ ഞാൻ ഇവിടെ തരാനാ? എനിക്ക് ഇപ്പൊ എന്റെ കാശ് വേണം. എന്ന് പറഞ്ഞാൽ താൻ കാശ് തന്നില്ലെങ്കിലേ തന്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തോണ്ട് പോകും. അയ്യോ അല്ല കുഴപ്പമില്ല, അതങ്ങ് വീട്ടിൽ എത്തിച്ചാ മതി. എന്തൊരു മനുഷ്യനാ, യൂസ്ലെസ്. എന്റെ ദൈവമേ, ഇന്നാദ്യം ഞാൻ കണി കണ്ടത്. താമസം മാറി വരികയായിരിക്കും അല്ലേ? അല്ല എങ്കിൽ പിന്നെ വല്ല കച്ചവടത്തിനുമായിരിക്കും ഇത്രയും സാധനങ്ങള്. അതെ കച്ചവടത്തിന് തന്നെ. തനിക്ക് വല്ല വാങ്ങണമെന്നുണ്ടോ? വേണ്ട, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഒരു കണ്ടോ പിടിക്കായിരുന്നു പണി. എന്തോ? അല്ല ശരിക്കും പിടിച്ചിരുന്നോളാം പറഞ്ഞ. ഓ ശരിക്കും തന്നെ പിടിച്ചിരിക്കുന്നത്. എവിടെ പിടിച്ചാലെന്താ, സെപ്റ്റിക് ആവാതിരുന്ന എന്റെ ഭാഗ്യം. ബസ്സിനകത്ത് അങ്ങനെ, ഇതിനകത്ത് ഇങ്ങനെ. എന്റെ വണ്ടി നിർത്തോ, നിർത്തുവേ. എങ്ക വണ്ടി? തന്റെ വണ്ടിയാ? ഇത് എന്റെ വണ്ടിയാണ്. അതല്ല നിർത്തോ. അപ്പാ 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 അപ്പോ എന്റെ അമ്മ ഈശ്വര. അപ്പാ നിനക്കെന്താ കണ്ണ് കാണാൻ പാടില്ലേ? അപ്പന്റെ മേലെ ചവിട്ടി കയറി നിന്നിട്ടാ അപ്പ അപ്പാന്ന് വിളിക്കാ. അപ്പൊ റോഡിൽ കിടക്കാൻ ആരറിഞ്ഞു? അപ്പം ബസ് സ്റ്റാൻഡിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നീ എന്തിനാ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പ്രതീക്ഷിക്കാൻ പോയത്? നിന്നെ കൊണ്ടുവരാൻ ഞാൻ കാറുമായിട്ട് അങ്ങോട്ട് വരുമായിരുന്നു. പിന്നെന്തിനാ അപ്പ എന്റെ അടി കയറി കിടന്നേ? സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ. നീ ആ സാധനങ്ങൾ എടുത്തതിനകത്ത് കിടാ. അമ്മയും ശരിയാ, മക്കളും ശരിയാ, അപ്പനും ശരിയാ.
പാർട്ടിക്കൊക്കെ സുഖം തന്നെയല്ലേ? അതെ. സുഭദ്രയുടെ പഠിപ്പെല്ലാം മുടിഞ്ഞാച്ചാ? മുടിഞ്ഞാച്ചേ. MA ഫസ്റ്റ് ക്ലാസ് അവര്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ലോ. വണ്ടി സ്മൂത്ത് ആയിട്ട് പോട്ടെ. എന്നാ ചപ്പാ? നീ എവിടെങ്കിലും കയറി ചവിട്ടിയോ? ഇല്ല. പിന്നെ വണ്ടി നിൽക്കാൻ വഴിയില്ലല്ലോ. നീ ആ ടൂൾസ് ഒക്കെ എടുത്തേ, ഞാൻ ഒന്ന് പണിത് നോക്കട്ടെ. ഡോർ തുറക്കുമ്പോൾ സൂക്ഷിച്ച് തുറക്കട്ടാ. ആടോ നീ കുളിക്കാൻ പോവാ. തല മാറ്റി പിടിക്കണം മോനെ. ഇതാണ് ഇതാ വീട്. അമ്മാ അമ്മാ അമ്മാ. யார் வந்திருக்கு? அனந்தனா? டேய் பாடா கண்ணாவா. அம்மா கடவுளே, ஏண்டா நீ ரொம்ப இளைச்சு போயிடுச்சே. ஏன் இவ்வளவு லேட் ஆயிடுச்சு? காலையில இருந்து நீ வரும்னு பாத்துக்கிட்டே இருக்கு. அங்க எல்லாருக்கும் சௌக்கியமா? சௌக்கியம் இருக்கு. சுபத்ரா பாஸ் ஆயிட்டாளா? அவர் ஃபர்ஸ்ட் கிளாஸ் பாஸ் ஆயிடுச்சு. அடடே. டேய் விஜயலட்சுமி, முதல்ல குளிச்சிட்டு டிஃபன் சாப்பிடு. வேணாம். முதல்ல டிஃபன், அப்புறம் தான் குளி. என்னடி இது தாவணிலாம் போட்டு பெரிய பொம்பளை போல ஆயிடுச்சு. அப்பா எங்க? அப்பாவா? அவர் ரோட்ல கார் கிட்ட பேசிட்டு இருக்கு. ஆமா, கணபதி எங்க? பாதி யார் வந்திருக்குன்னு பாருடா. அண்ணா, என்ன சௌக்கியமா? டேய், நான் அந்த வீட்டுக்கு இருந்து போகும்போது நீ சாப்பிட்டு இருந்த. 5 வருஷம் கழிஞ்சு இந்த வீட்டுக்கு வரும்போது நீ சாப்பிட்டு இருக்கா? உனக்கு வேற வேலை இல்லையா? பாவம், சின்ன குழந்தை தானே, சாப்பிடட்டும். கண்ணா சாப்பிடு. சாப்பிடு. யார் அது? என்ன வேணும்? എനിക്ക് പോണം. പൊയ്ക്കോ. അല്ല പൈസ. പൈസാവാ? ആ. என்ன പൈസ? റിക്ഷയുടെ പൈസേ. ഓ അതുവാ. டேய் அனந்தா, ரிக்ஷா வண்டிக்கு பைசா விடுறா. എത്രയായി? ഇപ്പൊ 8 രൂപ വന്നാ മതി. അപ്പോ ബാക്കി ഇനി തവണകളായിട്ട് തരണോ? കുറച്ചു മുമ്പല്ലേ തനിക്ക് 5 രൂപ വന്നത്? അത് അപ്പോഴല്ലേ, ഇത് രണ്ടാമത്തെ ട്രിപ്പ് അല്ലേ. 8 രൂപ വേണം. കൽപ്പാത്തി രഥോത്സവത്തിന് പാട്ടി വാങ്ങിച്ചതാ നിനക്ക് തരാൻ. നല്ല വീട്. അപ്പാക്ക് ഇത് എപ്പടി கிடைச்சது? அப்பா അവിടെ ഒരു ഫ്രണ്ട് നോക്കി എടുത്ത് കൊടുത്തതാക്കുമടാ. அப்படியா? ട്രാൻസ്ഫർ ആയി 1 വാരத்துக்குள்ள വീട് கிடைச்சாச்சு. എന്ത പ്രോബ്ലം கிடையாது. അയ്യടാ, നല്ല വീട്. ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോലും സ്ഥലമില്ല. ഓ, ഇയാളൊരു ഗവാസ്കറാ. அவர் வெள்ளம் எடுத்து கொடுங்க. ஏய், குழந்தைக்கு கொஞ்சம் தண்ணி எடுத்து கொடுறீ. மெதுவா சாப்பிடப்பா கண்ணா. വെള്ളം. இன்னைக்கு ரொம்ப டயர்டுமா, நான் தூங்க போறேன். காலையில 9 மணி வரைக்கும் ராகு. அதுக்கப்புறம் கோவில்ல போய் கடவுளை கும்பிட்டுட்டு போனோம். ഞാൻ കാറിൽ ഉണ്ടാക്കാം. എന്താ അതൊക്കെ എന്നാ പ്രോബ്ലം? அதுதான் ப்ராப்ளம். அந்த கார்ல? ஆமா. அதுதான் ப்ராப்ளம். ஈஸ்வர രക്ഷിക്കണേ. ദേവി മാമേ. കുടിക്കുന്നതില്ലേണ്ടാണ് മോളെ ഒരു തെറ്റ്. എന്താ മമ്മി ഇത്? ഞാൻ കുടിക്കും. ഞാനിപ്പോ അടിച്ച് ഫിറ്റാണ്. It's not a crime. എനിക്ക് നിന്റെ ഡാഡിയോട് വാക്ക് പാലിക്കണം. എന്ത് വാക്ക്? Yes, I have to keep my word. ആ, വാക്കൊക്കെ പാലിക്കാം. മമ്മി എണീക്കണം. No, ഫ്രാങ്കിക്ക് എന്താ ഒരു കുഴപ്പം? He's a nice boy. ഒരു കുഴപ്പമില്ല. No, he's a nice boy. മമ്മിക്ക് എന്തറിയാം? ഇന്ന് അയാൾ എന്നെ വിളിച്ചിരുന്നു, കുടിച്ച് ലക്ക് കേട്ട്. Oh, വേണ്ട മോളെ, ഞാൻ ഇവിടെ കിടന്നോളാം. Please, വേണ്ട, no, അകത്തൊന്ന് കിടന്നാ മതി. leave me alone. No, പതുക്കെ. I want to sleep. No, leave me alone. ഇരിക്കും. മമ്മി ഇത് കഴിക്കും. അണ്ണാ വേണ്ട. I want to അതിപ്പോ തീരും. അതാരാ? മേഴ്സിയാന്റിയാ. കുടിച്ചു പൂസായ പിന്നെ അമ്മയും മോളും എന്നും വഴക്കാ. ആന്റി ചെടിയുന്നത് വരെയുള്ളൂ ഈ ബഹളം. മോള് പോയി കിടന്നുറങ്ങിക്കോ. No, I said I don't want.
എന്റെ മകനാ അനന്തൻ. ആരായാലും ശരി, ഈ കോളനിയിൽ ഇത് ആദ്യത്തെ അനുഭവം. ഒരു പെണ്ണ് എന്തെങ്കിലും ചെയ്യുന്നിടത്ത് ഓരോന്ന് വലിച്ചെറിയ, പൊളിഞ്ഞു നോക്കുക. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? വാട്ട് ഈസ് ദി പ്രോബ്ലം? എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല, പറ്റും. പറ്റുന്ന എന്ത് പറ്റുന്ന? നീങ്ക അവനെ കൊഞ്ചം കൂപ്പിടണ. ആനന്ദോ എന്നപ്പാ டேய் பக்கத்து வீட்டுல எத்தி பாக்குற பழக்கம் எப்போதுல இருந்து ஆரம்பிச்சாச்சுடா? சொல்ல. എന്തോ സംഭവം? എന്റെ അമ്മേ! അണ്ണൻ എന്ത് പണിയായി കാണിച്ചത്? അല്ല അത് പിന്നെ ഞാൻ ഈ മോളില് പല്ലി വെച്ചോണ്ടിരുന്നപ്പം എറിഞ്ഞില്ല. എറിയാനായിട്ട് പിന്നെ ഒന്നും അറിയാതെ ഇങ്ങനെ കിടന്നുറങ്ങിയാലോ? സമയം എത്രയെന്ന വിചാരം? ഓഫീസിൽ പോണ്ടേ? വാച്ച് എടുക്കാൻ മറന്നു. അതുമല്ല പിന്നെ ഞാനേ അപ്പോ എന്നെ അന്വേഷിച്ച് ആരും വന്നില്ലേ? ആരെങ്കിലും വരുമെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. സ്വപ്നം ഞാന് പിന്നെ ഈ ഉറക്കത്തില് അല്ല. അണ്ണനക്ക് എന്നാ അടിച്ച്? കാപ്പ് കുടിക്കാൻ വേമ്പ. അയ്യോ, അമ്മേ ഒരു 5 ഇഡലിയും കൂടെ മതി. കണ്ണാ ദാ എടുത്തിട്ട് വരേണ്ട. ഗണപതി, ഇതൊന്ന് അവസാനിപ്പിക്ക്. സ്കൂളിലേക്ക് കെട്ടിയെടുക്കുന്ന സമയമായില്ലേ? അപ്പ സമയമായി. അതിന് ഈ ഗണപതി ഭഗവാൻ ഒന്ന് എഴുന്നള്ളി കിട്ടണ്ടേ? മതി തിന്നത് മതി. എനിക്ക് എങ്ങനെയുണ്ട് വീട്ടിൽ പിശാച്? பாவம் குழந்தை எழுந்திருச்சாச்சா? இதோட சாப்பிட்டுட்டு போடா. அவன் பசி அடங்கி இருக்காதண்ணா. ഈ ജന്മം അവന്റെ വിശപ്പ് മാറില്ല. നിന്നെയും എന്നെയും കൂടി ഒരുമിച്ച് പുഴുങ്ങി തിന്നാലേ അവന്റെ വിശപ്പ് മാറും. അമ്മ, അപ്പ, എന്താ? എനിക്ക് കണ്ണ് കാണുന്നില്ല. ஐயோ என்னடா ஆச்சு? അപ്പ, கடவுளே, അപ്പ, ஏண்டா உனக்கு கண்ணு தெரியலையா? അമ്മ, അയ്യോ എനിക്ക് കണ്ണ് കാണുന്നില്ല. അമ്മ, என்னங்க உங்களுக்கு கண்ணு தெரியலையா? எனக்கு கடவுளே, கண்ணு இந்த பால் சாப்பிட்டதுக்கு அப்புறம் தானே இந்த மாதிரி ஆயிடுச்சு. അമ്മ, ഒരുമാതിരി ബീഡിപ്പുകയാണോ സിഗരറ്റ് പുകയാണോ എന്ന് തെരിയല്ലേ? എന്നെ ഒരുമാതിരി പുക മാതിരി ഇരിക്കും സുബ്ബമ്മ. நான் உங்க சுப்பம்மா. அது கூட தெரியலையா கடவுளே? ஐயோ நான் என்ன பண்ணுவேன்? ഇത് ഞാനപ്പ വിജയലക്ഷ്മി. ஐயோ கடவுளே. സുബ്ബമ്മ പിന്നെ എവിടെ? ஏண்டி அப்பாவுக்கும் தம்பிக்கு கண்ணு தெரியலன்னு சொல்லும் போது எனக்கு சிரிப்பா வருது. ഹായ്, എനിക്കിപ്പോ ശരിയായി. ശരിയായിച്ചാ? എനിക്ക് ശരിയായി. അവനവന്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പഠിച്ചില്ലെങ്കിലേ ഇത് എങ്ങനെ ഇരിക്കും? പന്നിക്കിടി தெரியாம அடிச்சாரு. போயிட்டு வாங்க. சாயந்தரம் உங்களுக்கு நான் வச்சிருக்கு வாங்க. നല്ല സ്മൂത്താ വണ്ടി. എന്താ ഗണപതി വിളിച്ചോ? അയ്യോ അപ്പ, വണ്ടി കൊഞ്ചം നിർത്തണങ്ക. എന്താ ഇങ്ങനെ പോക? ഇതുണ്ടായിരുന്നില്ല. അയ്യോ, ഇതെന്താ ഈ പോക? ഞങ്ങൾ നടന്നു പോയിക്കോളാം. വാട്ട് ഈസ് ദി പ്രോബ്ലം? இந்த கார் தான் ப்ராப்ளம். മോനെ ഒന്ന് കൈവച്ചേ. ഈ നിലയ്ക്ക് പോയാ ഞാൻ കൈവയ്ക്കും. എന്റെ ഈശ്വര. விக்னேஸ்வரா கடவுளே. ചേച്ചി എന്താ? ചേച്ചി ദേ ഒരു കള്ളൻ. അന്ന് ജനലിൽ കൂടെ നമ്മുടെ സാരി കെട്ടാനായിരിക്കും. വാട്ട് ഈസ് ദി പ്രോബ്ലം? ഏയ് ഒന്നുമില്ല, വണ്ടി മൂവ് ആവുന്നില്ല. ഇതാ വരുന്നു. സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ഞങ്ങൾ ശരിയാക്കളാം. ചിലപ്പോ ഗിയർ കേബിളിന്റെ പ്രശ്നമായിരിക്കും. ഗിയർ കേബിളിന്റെ ഇതോ? അതല്ല, അതിന്റെ അപ്പുറത്ത്. ഓ
എന്താ പേര്? ബുള്ളറ്റ്. എന്റെ ബുള്ളറ്റ് ഒന്ന് മാറിയെന്നേ. അല്ല, അവന്റെ പേര് ബുള്ളറ്റ് എന്നല്ല, കിഷോറെന്നാ. കിഷോറിനാ? ശരി, ഒന്ന് മാറിയെന്ന്. എന്താ ഓടി വന്ന വണ്ടിയില്ല, പിന്നെ എന്താ ശരിയായില്ല. വിട്ടോ 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 വിട്ടോ, ഞാൻ ശരിയാക്കി തരാം. ഇതിനൊക്കെ ഞാൻ ശരിയാക്കി തരാം. ബുള്ളറ്റ് അല്ലേ? എന്താ ചൂടുണ്ട് കേട്ടാ, ചൂടുണ്ട്. ഞാൻ ഓരോന്ന് തരാം. എന്താ നോക്കുന്നത്? അല്ല, അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊളുത്തിട്ടിട്ട് അതിന്റെ കൊളുത്തിട്ട് അങ്ങനെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് പണിയാലോ. ഒരു ജാക്കി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ലൊരു കളി കളിക്കായിരുന്നു. ഡയമണ്ട് ജാക്കി വേണോ സ്പീഡ് ജാക്കി വേണോ? ഞാൻ നിന്നോട് പറഞ്ഞില്ല. എന്താ ആശാനെ, സംഗതി ചെലവായോ? ഞാൻ ആശാനല്ല, ബ്രാഹ്മണനാ. ബ്രോ ബ്രാഹ്മണ, തന്നോട് ആരാ പറഞ്ഞു ശൂദ്രന്റെ പണി ചെയ്യാൻ? ഞാനിത് അയച്ചിടുമ്പോ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഓ, സത്യത്തിൽ ഇതിന് എന്താ പറ്റിയേ? വക്കീലിനോടും മെക്കാനിക്കിനോടും സത്യം പറയാവൂ. സത്യം പറ, എന്താ ഉണ്ടായേ? തന്നെ ഇത് തൊടിച്ചത് ഏറ്റവും വലിയ പ്രശ്നം. ഓഹോ, അങ്ങനെയായ. നമുക്ക് ശരിയാക്കിയെടുത്തോളം മതി. മതിയോ? ഞാൻ പോട്ടെട്ടാ. കാലോട്ട് കയറ്റി. കേറ്റിനോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. ഞാനിപ്പോ ഓഫീസിൽ പോവല്ലേ, മടങ്ങി വരുമ്പോ ഈ സാധനങ്ങളും കയറ്റാം, നിങ്ങളെയും കയറ്റാം. പോരെ? ആസൂത്രം വേണ്ട, താനല്ലേ ഈ പണിയെല്ലാം ചെയ്തത്. ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെടുത്ത് ഒരുമാതിരി മുഴുവൻ പറയാ. മുഴുവൻ ഇപ്പൊ പറയണില്ല, ബാക്കി നിനക്കറിയാലോ. ആ പെട്രോൾ ടാങ്ക് എടുത്തേ. ഇതില് പെട്രോൾ ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ഈശ്വര, ഇതില് പെട്രോൾ ഇല്ല. പിന്നെ എങ്ങനെ സ്റ്റാർട്ട് ആവുക? എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോ. പുതിയ കാര്യമാണല്ലോ. ഗുഡ് മോർണിംഗ് സാർ. എന്ത് പറ്റി സാർ? എന്താ സാർ പറ്റിയത്? ഒന്നും പറ്റിയില്ല. എന്താ വല്ലതും പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കരി. ഓഫീസ് സമയത്താണല്ലോ ശൃംഗാരം തെണ്ടി. 3-4 കുട്ടികളായില്ലോ എനിക്ക്. വൃത്തികെട്ടവനെ. സഹൃദയരെ, കലാകൈരളിക്ക് മുമ്പിൽ താനൂർ താ അവതരിപ്പിക്കുന്ന ഷീലെ നീ കരയരുത്. ഞാൻ കഥയിലേക്ക് കിടക്കുകയാണ്. അതാ അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ട്? തന്നോടല്ല അടുത്ത ഓഡിയൻസിനോടാണ്. അതാ അങ്ങോട്ട് നോക്കൂ. മന്ദാരം കുന്നിലെ മാമരച്ചോട്ടിയിലെ, മന്ദാരം കുന്നിലെ മാമരച്ചോട്ടിയിലെ മഞ്ഞക്കാമല പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തിലൂടെ ഒരു ചെറുപ്പക്കാരനായ യുവ കോമളൻ മന്ദം മന്ദം നടന്നു വരികയാകും. വഴിയോരത്തെ കൊച്ചു കുടിലിനു മുമ്പിൽ അയാൾ നിന്നു. സാമസുന്ദരമായ കുടിൽ. മുറ്റത്താരുമില്ല, ശൂന്യം. അയാൾ ജനലിനുള്ളിൽ മെല്ലെ മെല്ലെ ഒളിച്ചു നോക്കി. അതാ അയാൾ വരുന്നു. മന്ദം മുന്നോട്ട് 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 വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരടി മുമ്പോട്ട് വെക്കരുത്. എന്തും സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയമാണ്. ക്രിട്ടിക്കൽ ടൈം. ചുറ്റും ശത്രുക്കളാണ്. പേടിക്കണ്ട, മുകളിലിരിക്കുന്നവന്റെ കൃപ നിങ്ങൾക്കുണ്ട്. ഗോഡ് ഈസ് ദേർ. ശുദ്ധ ജാതകമാണ്. സോ യു ഡോണ്ട് വറി. ഇത് എന്തെങ്കിലും വറി ഉണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ ഇരിപ്പില്ലേ, ജാതക കൃഷ്ണ. പുതിയതായി വന്ന ആയുർവേദ ഡോക്ടർ ചെറുപ്പക്കാരനാണെന്ന് കമ്പൗണ്ടർ പറഞ്ഞു. പക്ഷേ ഇത്ര സുന്ദരനാണെന്ന് ഞാൻ കരുതിയില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ പുതിയതായി വന്ന ഡോക്ടർ എന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട. വരട്ടെ. ആ കൃഷ്ണ, വാടക കൃത്യമായി കൊണ്ടു തരണം. വരട്ടെ. ഒന്ന് പരിചയപ്പെടാൻ വന്നാ. ഇരിക്കൂ. ഐ എം ജാതക് കൃഷ്ണ. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പ്. അപ്പുറത്താ. ഞാൻ കണ്ടു. എന്നെയോ? അല്ല, ബോർഡ്. എന്റെ പേര് ആനന്ദൻ. ഇവിടെ എവിടാ താമസം? ഓഫീസേഴ്സ് കോളനിയില, 2nd സ്ട്രീറ്റ്, 7A. അറിയൂ, എനിക്ക് ഓഫീസേഴ്സ് കോളനി നല്ല നിശ്ചയമില്ല. ഇന്നാരും പഠിപ്പിക്കണ്ട. വേണ്ടി വന്നാൽ താഹ ഒറ്റക്ക് പാടും, പറയും ചെയ്യും. ഇത് താനൂർ താഹയാണ് പറഞ്ഞത് മനസ്സിലാക്കണം കേട്ടോ. എന്ത് മനസ്സിലാക്കി നിങ്ങള്?
ഇന്നാരും പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താണോ താഹ അവിടെ ഒരു ബഹളം? അല്ല, എനിക്ക് താളല്ല, നിന്റെ പക്കമേളക്കാരെ. ഇന്ന് എന്റെ ഉമ്മ വെറ്റത് എന്നെ ഒരു താളത്തിലാണ്. ആദ്യ താളം. ഇതാണ് സുപ്രസിദ്ധ ഗാഥകൻ താനൂർ താഹ. അഭിവാദനങ്ങൾ. ഡോക്ടർ സാർ വന്നു എന്നുള്ളൊരു കമൗണ്ടർ പറഞ്ഞു. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതെന്ത് സന്തോഷാണ്? സന്തോഷിക്കാൻ കിടക്കണതല്ലേ ഉള്ളൂ. സത്യത്തിൽ ഡോക്ടറുടെ ജീവിതത്തിലെ ഒരു ചേഞ്ചിന്റെ സമയമാണിപ്പോ. എന്ത് ചേഞ്ച്? ഇതങ്ങനെ ചുമ്മാ പറയേണ്ട കാര്യമല്ല. ദക്ഷിണയും ചില്ലറ ചെലവുകളും ഒക്കെ ഉണ്ടല്ലേ? അതെ. വിനോദി ഇവൻ പറഞ്ഞതാ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഹലാക്കിനോട് ചോദിക്കാം. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കമ്പ്യൂട്ടറിനെ ഹലാക്ക് എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. സോറി. ഒരു വിവരമില്ല സാർ. ആർക്ക്? Thank you. Welcome. Hello, reception. What can I do for you? Okay, sir. I'll see to it. Thank you. One not 6 flush out work ചെയ്യുന്നില്ല. അവിടെ പോയി എന്താണെന്ന് നോക്കൂ. Yes. Can I help you, sir? Hello. This is Frankie. അയാൾ എന്നെ ബോംബെയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ആര്? വേറെ ആരാ? That stupid Frank. മമ്മിക്ക് ഇത് വളരെ ലൈറ്റ് ആണ്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിം. ഒരു സൈഡിസ്റ്റിനെ പോലെയാ അയാൾ എപ്പോഴും. അതൊക്കെ മാറും എന്റെ മോളെ. അവൻ ചെറുപ്പമല്ലേ. പോരെങ്കിൽ നീ എന്ന് വെച്ചാ അവന് ജീവനാ. എന്റെ മോള് ചെന്ന് ചേഞ്ച് ചെയ്തിട്ട് വാ. നമുക്കേ അപ്പുറത്തെ വീട് വരെ ഒന്ന് പോണം. എന്താ വിശേഷിച്ച്? ആ സുബ്ബമ്മയുടെ മകൻ വന്നിട്ടുണ്ട് പാലക്കാട്ടുന്ന്. ഡോക്ടർ നമ്മളൊന്ന് ചെന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ. ഗോ ആൻഡ് ചേഞ്ച്. അനന്താ, ലത്തീഷ വരച്ചെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇവിടെ അറിയാലോ. അല്ല ആളെവിടെ പോയി? ഇങ്ങനെ പോയാ എങ്ങനെയാ? എന്നാ എല്ലാവർക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. വിളിച്ചു ചോദിച്ചാ പറയും സ്റ്റോക്ക് ഇല്ലെന്ന്. எங்களுக்கு ஒரு குத்தி ஒரு மாசத்துக்கு வராது. ஸ்டவ் இருக்கு, அதனால பரவாயில்ல. അല്ല മോനെ കണ്ടില്ലല്ലോ. அனந்தா, டே அனந்தா, அனந்தா, டே அனந்தா, എന്തമ്മാ? நீ கொஞ்சம் வெளியே வா. ഞാൻ ഉറങ്ങി. தூக்கத்துல எப்படிடா பேசுறது? அதுல இங்க கொஞ்சம் வேலை இருக்கு. என்னடா இவ்வளவு பெரிய வேலை? ஒரு நிமிஷம் வெளியே வந்துட்டு போ. என்னாச்சு உனக்கு? உடம்பு சரியில்லை. உடம்புக்கு என்னாச்சு? தலைவலிக்குதம்மா. தலைவலியா? வா, நான் விக்ஸ் போட்டு. வேணாம் வேணாம். ஒரு நிமிஷம் தாழைக்கு வா. எதுக்கம்மா நீ போ, நான் தூங்க போறேன். பாடா, അപ്പുറമാ சொல்றேன். എതുക്ക്? 2 സിലിണ്ടർ ഉണ്ടെങ്കിലേ നമുക്ക് അവരുടെ ഔദാര്യൊന്നും വേണ്ട. നമ്മളും കാശ് തന്നെയാ കൊടുക്കുന്നത്. വൃത്തിയോട് കാണിച്ചാലേ ഈ മെസ്സിയനി മഹാ ചീത്തയാ. ഇങ്ങനെ വിടാൻ പറ്റില്ല. അവൻ വരട്ടെ, ഞാൻ ചോദിക്കും. ആന്റി പ്ലീസ്, എന്നോടൊന്നും തോന്നരുത്. ഒന്നും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല. എനിക്ക് മാപ്പ്. ജീസസ്, എന്തിനാ മാപ്പ് പറയുന്നത്? സത്യമായിട്ടും ആന്റി, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അതിനിപ്പോ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന്. പോട്ടുമോനെ, ഞങ്ങൾ നിനക്ക് വേണ്ടി കുറച്ചു സമയം വെയിറ്റ് ചെയ്യുന്നു വിചാരിച്ച് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. യു ഡോണ്ട് വറി.
ഐ ആം മിസ്സസ് ഫെർണാണ്ടോ മെസ്സി. ഇതെന്റെ മകള് ലത്തീഷ. ഹലോ. ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ. അപ്പോ മോൻ പൊയ്ക്കോ, ഞങ്ങൾ ഇവിടെ അടുത്തല്ലേ, പിന്നെ കാണാം. ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ. എന്താ കണ്ണു കാണുന്നില്ലേ? എവിടെയോ കണ്ടു മറന്ന പോലെ. അണ്ണാ, ഇത് ഞാനാ അണ്ണാ. മാഡം, മാഡം, യെസ്, ആരാത്? ഗുഡ് മോർണിംഗ്. ആരാ One നിങ്ങള്? second, please. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? I am ജാതക് കൃഷ്ണ. ജാതക് കൃഷ്ണ. ആ, എന്താ കാര്യം? ഞാൻ പ്രൊഫഷണൽ ക്യാൻവാസിങ്ങിന് ഇറങ്ങിയതാ. എന്ത് ക്യാൻവാസിംഗ്? എന്റെ പ്രൊഫഷൻ ജാതകം എഴുത്താണ്. കൈകൊണ്ടല്ല, വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പിംഗ്. എനിക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, വിശ്വാസവും ഇല്ല. എന്നാ മാഡത്തിന് വിശ്വാസമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, ഫൈൻ സ്കോച്ച് ബ്ലെൻഡ്. എനിക്ക് ഈ ജാതകത്തിൽ വലിയ ഇൻട്രസ്റ്റാ, പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ ഹോറോസ്കോപ്പ്. മാഡം, എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഒറിജിനൽ. ഒറിജിനൽ. ഇനി എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. കുറച്ച് ഗോസിപ്പിംഗ് വേണം. என்ன அந்த பையன் உள்ள உட்கார்ந்து சிகரெட் குடிக்கிறாங்க. அங்கே நீங்க போய் கொஞ்சம் சோதிரு. നീ എന്തടീ പറയണേ? ഞാൻ ചോദിച്ചവൻ തരില്ല. മക്കളോട് സിഗരറ്റ് ചോദിക്കുന്നത് മോശല്ലേ? இந்த மனுஷന്റെ കാര്യം நீங்க போய் അവനെ கொஞ்சம் ശാസിക്കേ. ശാസിക്കാനോ? എതുക്ക്? ഈ വയസ്സുകാലത്ത് അവന്റെ രണ്ട് വാങ്ങിച്ചു തന്നിട്ട് നീ അടങ്ങും. நீங்க தான் அவனை ചീത്തയാക്കരുത്. ഞാനായിട്ട് അവനെ ചീത്തയാക്കണം. നീ പിടിച്ചേ. ഇത്തരം വൃത്തികേട് കാണിക്കരുത്. വാട്ട് ഈസ് ദി പ്രോബ്ലം? മറ്റൊരാളുടെ സ്വകാര്യ മുറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ഒരുമാതിരി മൂന്നാംകട ചീപ്പ് പരിപാടിയാ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, നിന്റെ തള്ളക്ക് മനസ്സിലായിട്ടില്ല. സമാധാനായില്ലേ? ചെന്നത് പഠിക്കടാ. 11 മണി വരേക്കും ഉட்கார்ந்து പഠിക്കണം. ചെന്ന് പഠിക്കടാ. പോതും. പോയിരുന്നു വലിക്കും മോനെ, അല്ല പഠിക്കും മോനെ. ഏതാവത് ഡൗട്ട് ഇരുന്നാ എൻകിട്ട കേള്. ഇല്ലാനാ എൻകിട്ട കേള്. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അപ്പാ. അപ്പാ, എന്നടാ ഈ ജുഗുപ്സാവഹം എന്ന് വെച്ചാ എന്നാ? എന്തോ അർത്ഥം? ഡിക്ഷണറി പാരടാ. ഇങ്ങനെ കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പാ, ഈ പരിരംഭണോന്ന് വെച്ചാ എന്താ അർത്ഥം? നിന്റെ അമ്മാക്കിட்ட കേള്. കിടന്നുറങ്ങടാ. നിന്നോടല്ല. ഇനി നാളെ കാലത്ത് പഠിച്ചാ മതി. പഠിക്കുന്നു പറഞ്ഞിട്ട് പെണ്ണാച്ച കഥ എല്ലാവരും പഠിക്കും. ഉറക്കും. ഇത് ഞാനാ. എന്താ? ഒരു കോള് വരുന്നുണ്ട്. ബുക്ക് ചെയ്ത്. പിന്നെ അല്ലാതെ തന്റെ ബോർഡിലോട്ടായിരുന്നു നോട്ടം. നല്ല റേറ്റ് വാങ്ങാവുന്ന പാർട്ടിയാണെന്ന് തോന്നുന്നു. നേരോ? പരസ്പരം നീ കാത്തു. ഞാൻ നമ്മുടെ പഴയ നമ്പറുമായിട്ട് വരെ വേഗം റെഡിയാവും. തന്റെ സുനാമണി ഇവിടെ ഫോൺ. വേഗം വേഗം വേഗം. ഓ, വേഗം റെഡിയാവും. ഓക്കെ.
അയ്യോ സോറി, ഡേറ്റ് എന്താണ് കാര്യം സംശയം കേട്ടോ. 21-ാം തീയതി വരെ ഒഴിവേണ്ടേ? എന്ത് റേറ്റ് പ്രശ്നമില്ല എന്നുള്ളത് ശരിയല്ലേ, പക്ഷെ ഡേറ്റ് ഒക്കെ വേണ്ടേ? ഒരു മിനിറ്റ് ഇരിക്കും. 21, 2, 3, 4 ഒക്കെ ബുക്കിംഗ് ദിവസങ്ങളാണ്. ഉത്സവ സീസൺ അല്ലേ, ഞാൻ എന്ത് ചെയ്യും? പിന്നെ 25-ന് ശേഷമാണ് ഈ നോർത്ത് ഇന്ത്യൻ ടൂറാ. അതുകൊണ്ട് ഇപ്രാവശ്യങ്ങള് വേറെ ആളെ ട്രൈ ചെയ്യും. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഓക്കെ? ആരാണ്, എന്താണ്? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എവിടുന്നാ? മുല്ലപ്പള്ളി വനയ്ക്കെന്ന്. ഓരത്തെ നാള് തിരുമേനയുടെ വകയായിട്ട് അമ്പലത്തിലേക്ക്. ഓഹോ, ആ ഭാഗത്തൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. സാറ് തന്നെ വരണം. പൈസ മുടക്കിയിട്ട് അവസാനം നാട്ടുകാരെ കുറ്റം പറയരുതല്ലോ. ആ, എന്നാ ഡേറ്റ്? 15-ാം തീയതിക്ക് 30-ന് ഇടയ്ക്ക് എന്നും ആകാം. അതിപ്പോ അതിനിടയ്ക്ക് എനിക്ക് ഒഴിവുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് സാറേ. തുമ്പിക്കയുടെ നീളവും കൊമ്പും വാലും തലയെടുപ്പും ഒക്കെ കേമം തന്നെ. എന്നാലും സാറ് വന്നൊന്ന് പരിശോധിച്ച് അസുഖമൊന്നുമില്ലെന്ന് പറഞ്ഞാ മതി. തുമ്പിക്കൈയും കൊമ്പും വാലും? നിങ്ങൾ എന്തിന്റെ കാര്യമാണ് ഇപ്പൊ പറയണത്? ഹൈ, കുട്ടിശങ്കരന്റെ. കുട്ടിശങ്കരനോ? അതാരാ? ആന. തിരുമേനിക്ക് നടയിരുത്താനാ പൂരത്തിനെ. സാർ സാർ താഴെ സാർ സാർ ഈ മാസം 15-ാം തീയതി മുതൽ അടുത്ത മാസം 31-ാം തീയതി വരെയുള്ള ഡേറ്റ്സ് ആർക്കും കൊടുക്കരുത്. അമേരിക്കൻ പ്രോഗ്രാം റെഡിയായി. ഷീലയെ നമുക്ക് അമേരിക്കൻ മലയാളികൾക്ക് കൊടുക്കാം. ഒരു പ്രയോജനമില്ല കൃഷ്ണ. അയ്യോ പ്രയോജനം ഉണ്ട് സാർ. ഒരു പ്രോഗ്രാമിന് 5000 രൂപ ഇന്ത്യൻ മണിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. വെറുതെ ബുദ്ധിമുട്ടണ്ട കൃഷ്ണ, ഇത് കേസ് വേറെയാണ്. എന്ത് കേസായാലും ശരി സാർ എനിക്ക് ഡേറ്റ് തന്നേ പറ്റൂ. സാറിന്റെ കഥാപ്രസംഗം തന്നെ വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആഷ്ബുഷ് ക്നോപ്പ് സ്പോൺസേഴ്സിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ബുദ്ധിമുട്ടണ്ട. ആസ്ബുഷ് സ്പോൺസറോട് പറഞ്ഞേക്ക് ഇത് നടയിരുത്ത് കേസാണെന്ന്. അപ്പൊ ഇത് മൃഗാശുപത്രി അല്ലേ? മൃഗാശുപത്രിയോ? ഒന്ന് പോണോ? ഇറങ്ങി പോടോടുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാം. പോകൂ എന്റെ മുമ്പിൽ നിന്ന്. സ്മോൾ അടിക്കാനുള്ള വഴിയുണ്ടോ? തന്റെ തബലയെടുത്ത് പണയം വെക്കാം. ചങ്കക്കൊള്ള നടത്താനും പോയത് കൃഷ്ണ. നമ്മുടെ ആയുർവേദത്തിന് ഒന്ന് എങ്ങനെ? സ്വാമി ചെറുപ്പമല്ലേ, പ്രേമത്തിന്റെ ഇക്കിളി കൊള്ളുന്ന പ്രായമല്ലേ, ഒരു ലൈൻ പിടിപ്പിച്ചാലോ? അത് ഐഡിയ. കൃഷ്ണൻ ഇരിക്കി ഇരിക്കി. രോമൻ രോമം. എന്താ അസുഖം? സാറ് പൂരമാണോ? ചിങ്ങത്തിലെ പൂരം? അതെ. കമ്പ്യൂട്ടറിന് ഒന്നും തെറ്റാറില്ല, ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ സ്വാമി ഞെട്ടുവോ? നിങ്ങളെ ഒരു പെൺകുട്ടി മോഹിക്കുന്നുണ്ട്. ആരെ എന്നൊന്നും കമ്പ്യൂട്ടറിന് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ഇരുചക്ര വാഹനവുമായി ബന്ധമുള്ളതാണ് ആ പെൺകുട്ടി എന്ന് കമ്പ്യൂട്ടറിന് പറയാൻ കഴിയും. ചുമ്മാ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടി അറിയത്തില്ല. അറിയില്ലായിരിക്കാം, പക്ഷെ അറിയണം. കാരണം ആ പെൺകുട്ടി നിങ്ങളെ മോഹിക്കുന്നു. വെറുതെ അല്ല കൃഷ്ണൻ ആൾക്കാർ പൊതിയുന്നത്. കമ്പ്യൂട്ടറിൽ അവിടെ വഴി ഞെക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരം കൃത്യ. ഇപ്പൊ ബോധ്യമായോ? ഓ വീണു. മിസ്റ്റർ അനന്തൻ, കാണാൻ കൊതിക്കുന്ന അനന്തനോട് പാതിയടഞ്ഞ വാതിൽപ്പാളികളിൽ മുഖമോർത്തിക്കൊണ്ട് അവൾ ചോദിക്കുകയാണ്, പടിവാതിൽ പാതി ചാരി കടന്നു പോകും, കരൽ പാതി ചാരി കടന്നു പോകും. രോമാഞ്ചൻ രോമാഞ്ചൻ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ നേരാണോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് സ്വാമിക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പ്രേമത്തിന്റെ പച്ചപ്പുൽമേട്ടിലേക്ക് പിച്ച വെച്ച് നടക്കാൻ വെമ്പുന്ന ഒരു പെൺകുട്ടിയുടെ വിതുമ്പുന്ന വികാരം നളദമയന്തി കഥയിലെ ഹംസയുടെ ദൂത് പോലെ. ഹംസയല്ല, ഹംസം. അതെ, അതുപോലെ. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിരാകരിക്കാം, സ്വീകരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. പ്രമേയം പ്രേമമാണ്. ഒരു മിനിറ്റ്. ലൈം ജ്യൂസ് കഴിക്കല്ലേ? 2 ലൈം ജ്യൂസ്. സോറി, ഞാൻ സപ്ലയർ അല്ല. SI താമരാക്ഷിയുടെ. ചേച്ചിക്ക് എന്നെ അറിയാം.
ഐ ആം ജാതക് കൃഷ്ണൻ. ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഒരു അൾട്രാ മോഡേൺ ഹോറോസ്കോപ്പ് ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട്, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്. അച്ഛനെ പോലെ ഓലലെടുത്തൊക്കെ നിർത്തിയോ? അത് ഓൾഡ് സ്റ്റൈൽ, ഇപ്പൊ ന്യൂ സ്റ്റൈൽ. കുട്ടിക്ക് ജാതക പൊരുത്തം വല്ലതും നോക്കണമെങ്കിൽ SI അദ്ദേഹി എന്നെ ഏൽപ്പിക്കൂന്ന് എനിക്കറിയാം. കുട്ടിക്കും പൊരുത്തം നോക്കാം. വേണ്ട താങ്ക്സ്. എന്താ? ഞാൻ കന്യാസ്ത്രീയാൻ പോവാ. കൊഴിഞ്ഞു വീണ ആ പ്രേമപുഷ്പത്തെ കണ്ടില്ലേ? എവിടെ? അതാ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ. ഒരു ജാതകന്റെ പഴയ പ്രണയകഥയിലെ നായികയാണ് അവൾ, ലൈല മജ്നു പോലെ. ആണോ? എന്നാ ഞാൻ വരട്ടെ. എത്ര ജാതകം കണ്ട കണ്ണാണതെന്ന് സ്വാമിക്ക് അറിയാമോ? എന്താ കൃഷ്ണ, പഴയ പ്രേമബന്ധം പുതുക്കിയോ? താൻ എന്തായി പറയുന്നേ? പോട്ടെ കൃഷ്ണ, സ്വാമിയോടൊന്നും ഇനി ഒളിച്ചേക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സ്വാമി നമ്മളെ സ്വന്താളാ. സ്വാമിക്ക് വേണ്ടി നമ്മൾ മരിക്കും. കൃഷ്ണ ആ പെൺകുട്ടിയായിട്ട് പ്രേമമായിരുന്നു? അതൊരു പഴയ കഥ. എങ്ങനെ പ്രേമമായേ? ഒക്കെ തുറന്ന് പറഞ്ഞു കൊടുത്താലോ കൃഷ്ണ, അല്ലെങ്കിൽ ഞാൻ കേറി പറഞ്ഞ ആകെ വൃത്തികേടാക്കും. അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു, യാന്ത്രികമായ പ്രേമം, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് റൊമാൻസ്. എന്നിട്ട് പിന്നെ വിശദീകരിക്കാൻ പറ്റൂല സ്വാമി. സ്വാമി, ഞാൻ ഉള്ളത് ചോദിക്കുക. സ്വാമിയുടെ വാസസ്ഥലത്തിനടുത്തെങ്ങാനും ഇരുചക്രത്തിൽ നടക്കുന്ന സുന്ദരികൾ വല്ലവരും ഉണ്ടോ? ഇല്ല. ഇല്ലേ? കൊച്ചി കള്ള. അങ്ങനെ ഒരു പെണ്ണ് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റുപറ്റില്ല. സത്യമായിട്ട് ഞാൻ ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ല. പാവം. പ്രേമിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. സ്വാമി നല്ല സ്റ്റൈലായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഒരു പ്രേമലേഖനം എഴുതിക്കൊണ്ട് പോവാ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വന്നാൽ ഞാൻ ഏറ്റു. താനൂർ താഹ. ആഹാ. ഞാൻ എന്താണ് വിളിക്കേണ്ടത്? ലതീഷ. പ്രിയപ്പെട്ട ലതീഷയ്ക്ക് എന്തെഴുതണമെന്ന് എനിക്കറിയില്ല. നാം തമ്മിൽ കണ്ടുമുട്ടിയത് തികച്ചും ആകസ്മികമായിട്ടായിരുന്നു. യോ, ഇതൊരു പക്ഷേ ഈശ്വര നിശ്ചയമായിരിക്കാം. ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ നിന്നെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ്. ഞാൻ കാത്തിരിക്കുന്നു. വരുമോ? യോ, ഇതാ വരും. വരാതിരിക്കില്ല. വരും. വരാതിരിക്കില്ല. സ്വാമി കലാകാരനായ ഒരു കാമുകനും ഇത്രയും കവിഭാവനയുള്ള ഒരു ആയുർവേദവുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്വാമിയുടെ മനസ്സിൽ കല ഒളിഞ്ഞു കിടപ്പും. ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന പലതും ഞാൻ കമ്പ്യൂട്ടർ മൂലം പുറത്തു കൊണ്ടുവരും. ഞാൻ ഈ കത്ത് ലതീഷയ്ക്ക് കൊടുക്കുന്നു, മറുപടി മേടിക്കുന്നു. ചേച്ചി നോക്കി, തോട്ടിയുടെ തുണിയെടുക്കാവുന്ന കള്ളൻ. എന്നെ കൊണ്ട് ഓടിപ്പിക്കുന്നത് നിനക്ക് നന്നല്ല. പറഞ്ഞേ. അയ്യോ, കത്തോടെ
കമ്പ്യൂട്ടർ കാണിച്ചപ്പോഴേ ഞാൻ കരുതിയതാ എനിക്ക് ഈ ദിവസം മോശമാണെന്ന്. 2+2 ആയിരുന്നു കാണിച്ചത്, മാനഹാനി. അതുപോലെ 3+4 സ്ത്രീ പീഡനം. പിന്നെ സ്വാമിയുടെ കാര്യം ആലോചിച്ചപ്പോ കമ്പ്യൂട്ടറിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. അതൊക്കെ പിന്നെ പറയാം. ആ കത്തവിടെ? മറുപടി കൈ കിട്ടിയപ്പോ താങ്ക്സ് പോലും പറയാതെ പോകുന്ന കാമുകൻ. ഇനി ഇതുപോലെ എത്ര പ്രേമലേഖനങ്ങൾക്ക് ഈ ജാതകൃഷ്ണ മറുപടി എഴുതാനിരിക്കുന്നു. അക്ഷരം പഠിച്ചതിന്റെ ഒരു ഗുണം ഞാൻ ഇപ്പോഴാ അറിയുന്നു. എനിക്കിഷ്ടമാണ്. എങ്ങനെ പറയുന്നോത്ത് വിഷമിച്ചിരിക്കാതെ ഞാൻ മനസ്സിന്റെ വലത്തെ കൊള്ളുന്നുണ്ട് എപ്പോഴും. ആ മുഖം കാണാൻ എന്ത് ഭംഗിയാ. ഞാൻ ഒരു ഉമ്മ തരട്ടെ? നാണം കെട്ടവൻ. അവന്റെ ഒരു ഉമ്മേ. അയ്യോ, ഈ കത്തില് എന്താ? ഞാൻ പോണ്. എവിടേക്ക്? എന്റെ കഥയാണ്, പുതിയ കഥ. പോയിട്ട് വരും. വിധി അനുവദിക്കുമെങ്കിൽ വീണ്ടും കാണാം. പുള്ളിക്കാരൻ എന്തിനാ എത്ര പ്രയാസപ്പെടും? സാധാരണ പരിപാടി കഴിയുമ്പോ നേരെ ആശുപത്രിയിലേക്ക് എടുക്കാറ്. ഈ മയ്യത്തെടുക്കണ പോലെ. പോട്ടെ. ശരി. ഞാൻ വരില്ലാന്ന് കരുതിയോ? എന്റെ ബൈക്കപ്പ ശരിയാക്കി തരും. അതിപ്പോ ഇപ്പോഴോ? ഇപ്പോഴല്ല, നാളെ. ഷുവറാണല്ലോ? പൂവ്, എനിക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് ശരിയാക്കി തരാൻ പറ്റാഞ്ഞത്. അതല്ല ചോദിച്ചത്, ഉറപ്പാണോന്ന്? എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നാളെ വരുമ്പോ ശരിയായിട്ടില്ലെന്ന് പറയരുത്. അയ്യോ, ഞാൻ അങ്ങനത്തെ ആളല്ല. ഞാൻ വിട്ടോട്ടെ? വിടാനോ? എന്ത് വിടാൻ? ഞാൻ പോയിക്കോട്ടെ എന്ന്. ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല, മനസ്സിലായോ? ഇന്നാള് ഇങ്ങനെ പറഞ്ഞിട്ടാ പോയത്. പിന്നെ എന്തിനാ നാളെ ഇല്ലാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്? അല്ല, നാളെ മറ്റന്നാളോ ഞാൻ കൊണ്ടുവന്നു തരാം. ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെടുത്ത് പത്മനാഭനാണ് സാർ. പാമ്പ് ഓഫീസിന്റെ താഴെ പാമ്പുണ്ടായിരുന്നു എന്ന് പറയാണ് ചിലവരൊക്കെ. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എന്റെ അമ്മയെ, എന്റെ പണി പോയാനെ. ഹായ്. അവരൊക്കെ ടൗണിൽ പോയിരിക്കുക. കീ മമ്മിയെ ഏൽപ്പിച്ചിരുന്നതാ. നാളെ ബർത്ത്ഡേ ആണല്ലേ? എന്റെ വകയൊരു സമ്മാനമുണ്ട്. അന്ന് എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടായി. പിന്നെ അല്ല, ഞാൻ പറയട്ടെ. പറയട്ടെ. ഈ പ്രേമകഥയിൽ ഒരു വില്ലൻ കടന്നു വരാൻ ഞാൻ അനുവദിക്കൂല. അതേത് ശക്തിയായിരുന്നാലും ശരി. അവന്റെ കുടൽ ചേമ്പലേ പാക്ക് ചെയ്യട്ടെ. അവന്റെ കുടൽ ചേമ്പലേ പാക്ക് പണിട്ടുമാ. അയ്യോ കടവുളെ, പാവം കിടക്കും. ആര് കിടന്നാലും ശരി, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും. വഴക്കിനും വയ്യ വേലിക്കൊന്നും പോകണ്ട. അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. സ്വാമി ഇക്കാര്യത്തിൽ ഇടപെടരുത്. അവനെ പിടിച്ച് രണ്ട് കൊടുത്താലോ? തല്ലാനോ? അത് വേണോ? വേണം. സ്വാമിക്ക് വേണ്ടി ഞാൻ അവനെ തല്ലു. സ്വാമി ധൈര്യമായിട്ട് പോട്ടെ. താഹ പറഞ്ഞതല്ലേ, സ്വാമി ധൈര്യമായിട്ട് പൊക്കോ. പൊക്കോ. ഡോ, താൻ എന്തർത്ഥത്തില്ല സ്വാമിക്ക് ധൈര്യം കൊടുത്ത്? തല്ലാൻ തന്നെ. ഞാൻ തല്ലു. താൻ ഇതുവരെ തല്ല് കൊണ്ടിട്ടുള്ളതല്ലാതെ
വല്ലവർക്കും കൊടുത്തിട്ടുണ്ടോ? ഒരു ആവേശപ്പുറത്ത് അങ്ങനെ പറഞ്ഞല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് ഇല്ലാതെ നടക്കില്ല. എന്തായാലും അവനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് ഞാൻ കമ്പ്യൂട്ടറിൽ ഒന്ന് ഫീഡ് ചെയ്യട്ടെ. എങ്ങനെ നടക്കുവോ? നോക്ക ഞാൻ എത്ര നേരം കാത്തിരിക്കുന്നു. സോറി, പിണങ്ങരുതേ. ഞാനേ ക്യാമ്പിന് പോവാ. എന്ന്? ഈ മാസം 31-ാം തീയതി. വേണ്ട, പോണ്ട. പോകാതെ പറ്റുമോ മോളെ? ഇത് ലൈൻ വേറെയാണല്ലോ. ഈ കഥയിലെ നായിക പറഞ്ഞയാളല്ലല്ലോ, ഒരു പുതുമുഖമാണല്ലോ. കൊള്ളാം. തുണി മോഷ്ടിക്കാണല്ലേ? കുറച്ചുകൂടെ അടുത്തിരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? സംസാരം കേൾക്കുന്നില്ലല്ലോ. വെറുതെ എന്നെ ഓടിക്കരുത്, എന്റെ പ്രഷർ കൂടും. നന്നില്ല. എന്താ എന്ത് വേണം? എന്താ? ഒരു സഹായം വേണം. സാമ്പത്തിക സഹായം വല്ലതുമാണെങ്കിൽ വീട്ടിൽ വരണം. അയ്യോ, എന്നെ കണ്ട അങ്ങനെയാണെന്ന് തോന്നുന്നു സർ. ഇത് സാമ്പത്തികമല്ല, ശാരീരികവും മാനസികവുമായ ഒരു സഹായമാണ്. മനസ്സിലായില്ല. എന്താ? അത് ഈ കോർട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല, അങ്ങോട്ട് മാറി വന്നാ പറയാം. വിജയലക്ഷ്മിയെ കാണാനും കല്യാണം കഴിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടായിത്തരാം. അല്ല, നിങ്ങളാരാ? വിജയലക്ഷ്മിയുടെ അമ്മാവൻ. വെറുതെ ആലിന്റെ ചോട്ടിലും അമ്പലക്കുളത്തിലും കുറ്റിക്കാട്ടിലും കടപ്പുറത്തൊന്നും കറങ്ങി തിരിയേണ്ട കാര്യമില്ല. ആലോചിക്കാൻ ഒന്നുമില്ല, എല്ലാം മംഗളമായിട്ട് ഭവിക്കും. ഞാനല്ലേ പറയുന്നത്? ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ കൈയും വെച്ചുകൊണ്ട് മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളാണ്. എല്ലാം സ്വാമിക്ക് വേണ്ടി, സ്വാമിക്ക് വേണ്ടി മാത്രം. ചിലപ്പോൾ ഞങ്ങൾ മരിച്ചു വീണെന്നും വരാം. അതിൽ സ്വാമി ദുഃഖിക്കരുത്. മനുഷ്യത്തെങ്കിലും വരട്ടെ. സ്വാമി ഒരല്പം മാറി ഒതുങ്ങി നിന്നോ. ഇന്തളവക്ക് വേണമാ? അളവൊന്നും ഇതല്ല സ്വാമി. ബാക്കി നമുക്ക് പരിപാടി സ്ഥലത്ത് വെച്ച് കാണാം. സ്വാമിയോട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിലായിരിക്കണം. കാര്യങ്ങൾ തല്ലൊന്നും ദേഹത്ത് കൊള്ളരുത് കേട്ടോ. ദേഹം ഇവിടെ ആരുമില്ലേ? അയ്യോ അമ്മേ, മടിക്കണ്ട. അയ്യോ, അയ്യോ, ആരുമില്ല. നിന്നെ നീ അവിടെ മാറി. പൂട്ട് പൂട്ട്.
എന്താ ഇവിടെ? ഒന്നുമില്ലണ്ണ. ഒന്നുമില്ലേ? എന്താ കയ്യില്? നോട്ടാ. ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഇതാണല്ലേ പണി? സ്വയം പര്യാപ്തത നേടാത്ത ഒരു രാഷ്ട്രത്തിലെ പൗരൻ വേറെന്ത് ചെയ്യാനാ? മോഷ്ടിക്കണം. അമ്മേ, എന്താണ് അമ്മ വിളിക്കുന്നത്? എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ്. ഞാൻ കാത്തിരിക്കുന്നു. വരുമോ? എന്നടാ? ഒന്നുമില്ലമ്മ. താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. എന്തു പറ്റി? എന്താന്നും മിണ്ടാത്തത്? എന്തു പറ്റി? കൃഷ്ണ, എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കിത് പറയാനുള്ള ശക്തിയില്ല. താഹ പറയും. എന്താ? എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കും അത് പറയാനുള്ള ശക്തിയില്ല. കൃഷ്ണൻ പറയും. താൻ പറ, താൻ പറ, താൻ പറയണം, താൻ പറയണം, താൻ പറയൂ, താൻ പറയൂ. ആരെങ്കിലും ഒന്ന് പറയേ. അതൊരു കഥയാണ് സ്വാമി, കഥ. നമ്മൾ ഇന്നലെ മർദ്ദിച്ച് അവശനാക്കിയ ആ യുവാവുണ്ടല്ലോ, കിഷോർ, അയാൾക്ക് എന്ത് പറ്റി? അയാൾ മരിച്ചിട്ടില്ല. അതെ. അയ്യേ, അതിനെന്തിനിങ്ങനെ കരയുന്നത്? മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഹതഭാഗ്യനാണ് അയാൾ. എന്താ, അയാൾക്കുള്ള രോഗമാണോ? രോഗമാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഭാഗ്യവാൻ. ഇത് ജാതകദോഷമാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. 10+10+4 24. 24 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചില്ലെങ്കിൽ അയാൾ മരിച്ചു പോകും. അതിനു മുമ്പ് അയാൾ കല്യാണം കഴിച്ചോട്ടെ. അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട് കൃഷ്ണ. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ആ ദിക്കിലാകെ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കാത്തതായിട്ടുള്ളൂ. ഒന്ന് ലത്തീഷ, മറ്റൊന്ന് വിജയലക്ഷ്മി. ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നീ ബാത്റൂമിൽ ആ ഗണപതി ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. ഇതിന്റെ അകത്തുണ്ടല്ലോ. എടാ വാതിൽ നോക്കാൻ. അകത്താളുണ്ട്. അകത്താളുണ്ടെന്ന് മനസ്സിലായി. വാതിൽ നോക്കാൻ. നാശി അപ്പനെ കൊണ്ട് തോറ്റു. എന്റെ പ്രശ്നം തീർന്നിട്ടില്ല. അതിലും വലിയ പ്രശ്നമാണ് എന്റെ. എന്റെ കാശിന്റെ കൊഴുപ്പല്ലടാ നിന്റെ മേത്തല്ലേ. ഇങ്ങ് മാറിക്കും. നിനക്ക് അത്ര ധൃതി ഉണ്ടെങ്കിൽ നീ റോട്ടിലൊരു തലയിൽ മുണ്ടിട്ട് മനുഷ്യനാകെ പ്രാന്ത് പിടിച്ചിരിക്കുന്നു. ചവിട്ടി ഞാൻ. എവിടെയാ മരന്തൻ? ഉണർന്നില്ലേ? അവൻ നല്ല കക്ഷിയാ. ഇന്ന് അവനെ ഞാൻ എവിടെയാൻ? നീ എന്ത് പണിയായി കാണിക്കുന്നേ? നല്ല പാർട്ടിയാ. നേരെ ഉച്ചയായി. വന്നേ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ. പണ്ട് മുതലേ ഇവനിങ്ങനെയാ. ഒരു കാര്യം പറഞ്ഞ അതുപോലെ ചെയ്യത്തില്ല. ഹോസ്റ്റലിൽ വെച്ച് ഇവനെ എന്നും വിളിച്ചെടുത്ത് ഞാനാ. അല്ലടാ, എനിക്ക് മനസ്സിലായില്ലല്ലോ. നീ എന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഇവിടെ? പിന്നെ ഞാൻ അമ്മച്ചത് പറയാതിരിക്കില്ല. ഞങ്ങൾ എത്ര വർഷം ഒരുമിച്ച് ഒരേ മുറിയിൽ. അല്ലടാ? അതെ, ഒരു മുറിയിൽ ഞങ്ങൾ ഒന്നിച്ച്. എന്നെ മുറി? അമ്മ അതൊക്കെ പിന്നെ പറയാം. നീ പോയി വേഗം കുളിച്ചിട്ട് റെഡിയാക്. ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല, അത് ശരിയാവത്തില്ല. നമ്മൾ എന്തൂടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. വിട്ടുവാ പൊക്കാറിട്ടും വിടാൻ ശരിയാവത്തില്ലമ്മ. എന്താ അമ്മേ? നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സത്യമായിട്ട് എന്നെ കാത്തിരുന്ന നീ ബുദ്ധിമുട്ടിലാവും. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ പോയി കുളിച്ചിട്ട് വാ. ഞാൻ കുളിക്കുന്നില്ല, ഒരു പനി. പനിയാ? നീ നേരത്തെ അതേ പറ്റി ഒന്ന് ചൊല്ലല്ലേ? അതെപ്പടി சொல்ல முடியும்? ഇന്ന് കാലേ തന്നെ. ശരി, പനി ഇരുണ്ടാ തല കുളിക്ക വേണ്ട, ഉടമ്പ് മട്ടും കുളിച്ചിട്ട് വാ. അത് വേണ്ട,
അത് ശരിയാവില്ല. അതെന്താ? ഓ അത് ശരിയാവൂല. அது சரியாவில்ல. உனக்கு ஒண்ணுமே புரியாதம்மா. உன் பேர் என்னப்பா? கிஷோர். ஓ உட்காரு, நான் காப்பி எடுத்துட்டு வரேன். അയ്യോ അവൻ കാപ്പി കഴിക്കില്ല. ഇപ്പൊ കുടിക്കും. ഇപ്പൊ കുടിച്ചു തുടങ്ങി. കുടിക്കാമേ? അമ്മ കാപ്പി എടുത്തു. ஐயோ என்னடா பதி, என்னாச்சு? கொஞ்சம் பாருங்க. வாங்களே. பாருமா. என்னடா? അമ്മ അപ്പ ഉള്ള പോയിട്ട് 2-3 മണിക്കൂറായി, ഇതുവരെ കാണുന്നില്ല. ஐயோ கடவுளே, என்ன ஆச்சு அவருக்கு? ஏற்கனவே அவங்களுக்கு ஹார்ட் வீக் தான். என்னங்க கதவு திறந்துருங்க, ஒரு வார்த்தையாவது என்னம்மா பேசுங்களே. என்னாச்சு? ஐயோ எடா, உங்க அப்பா உள்ளே போய் ரொம்ப நேரம் ஆயிடுச்சுடா, இன்னும் காணோம். எனக்கு பயமாவுதுடா. அப்பா அப்பா. ஐயோ கடவுளே, என்ன ஆச்சு? ஐயோ என்ன வருது, பூதமா? ஐயோ என் வீட்டுக்காரங்க, என் புருஷனே காணோம். ஐயோ என்ன உங்க வேஸ்ட் எங்க? ബക്കറ്റ് കൊടുക്ക്. என்னப்பா இந்த மாதிரி? എവിടെ പോയി? ആ വലിയ സാമ്യോ എന്തേ? ഞാൻ അനന്തിനെ അന്വേഷിച്ചു വന്നതാ. അവിടെ ഇല്ലേ? ഇല്ല. എന്നാ പുറത്തെവിടെയും പോയി കാണും. സാമി ഇരിക്കി. ഒരു പായല്ലോ. പായില്ലേ? ഇല്ല. ഇല്ലേ? പായില്ലേ? ഇത്രയും കാലം നിങ്ങളോട് താമസിച്ചിട്ട് ഒരു പായ വാങ്ങി വെക്കാൻ പറ്റില്ല, വലിയ കഷ്ടത്. അങ്ങനെയല്ലാന്ന്, അതിന് ഇഷ്ടം പോലെ പായും കറിക്കൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ആ പാ അല്ലത്, ഇത് സരിഗമപ്പ ഗമ വരെ ഓക്കെ. സരിഗമപ്പ പാന കേട്ടില്ല, ശവം പോലെ എടുത്ത് കണ്ടില്ല നിങ്ങള്? എപ്പോഴാ പോയത്? ഇന്നലെ. ഇന്ന് രാവിലെ പൊറ്റെടുത്ത് നോക്കുമ്പോ പാല്ല. അത് ശരി. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇതെന്താ കൊലക്കേസറ്റാ? ഇതിലൊരു അക്ഷരം പോയതാന്ന്. ഇതിനെ പറ്റി വല്ലതും അറിയോ? ഓ ഇതിലപ്പാ. അത് ശരിയാക്കി തരാം, എനിക്കറിയാതെ. പ്രശ്നമല്ല, ഇത് ഹാർമോണിയം അല്ലേ? ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത്. ചെറുതല്ല, വലുത് തന്നെ തരാം. ആയിക്കോട്ടെ. മതി, ഇതൊന്നും പ്രശ്നമല്ല. നീങ്ങിന്നേ, നീങ്ങിക്ക്. ഞാൻ തരാം, പേടിക്കുന്ന ഓരോന്ന് ഞാൻ തരാം. പിടിച്ചോ. എന്താ ഉണ്ട്? എന്താ സ്വാമി നിങ്ങൾ ഇങ്ങനെ കുലുക്കി നോക്കണ്? പാവം പാതില് വീണെടുക്കുക. ദേ കേട്ടാ, ദേ കേട്ടാ. ഇതാണ് പാ. நாங்க இவட வந்ததுல இருந்தே எனக்கு தெரியும். புகழ்த்தி പറയുകയാണെന്ന് நினைக்காதீங்க. ഇത്ര അടക്ക ഒതുക്കമുള്ള ഒരു പൊണ്ണെ ഞാൻ പാത്തതേ കിടയാതെ. ഞാൻ ചോദിച്ച 15 രൂപ ഇങ്ങ് തന്നാട്ടെ. 15 രൂപയോ? 5 പൈസ തരത്തില്ല. അപ്പൊ തരില്ലേ? ഇല്ല. മേടിക്കാവുന്ന ഞാനും നോക്കട്ടെ. എന്നാ ഇയാളൊന്ന് മേടിച്ചാട്ടെ. എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ്. നീ വരുമോ? ഈ മനുഷ്യനെ ആവശ്യമില്ലാതെ എന്തോ அனந்தா, உனக்கு தெரியுமாடா இவங்களே எல்லாம்? இல்ல. நம்ம ஒற்றப்பாலத்துல குடியிருக்கும் போது பக்கத்து வீட்டு கோபால மாஷன் ஒருத்தர் இருந்தாரே, அவங்க புள்ளதாண்டா இது சிவராம. அப்படியா? ஆமா. எதுக்காக அவருக்கு வந்தமா? நம்ம பிந்து இல்லே, அவளை பொண்ணு பார்க்க வந்திருக்காரு. அப்படியா? நம்ம பிந்துவா? டேய் உள்ள போடா. பெரியவங்க பேசும்போது உனக்கு என்னடா இங்க வேலை? போய் படியடா, நான் காப்பி போட்டுட்டு வரேன். നീ വരുമോ? തമാശ വെറുതെ. ഉക്കറുങ്ക, sit down. Excuse me. 1 minute. ഇപ്പൊ വരാം. വരൂ, ഒരു കാര്യം പറയട്ടെ. നല്ല വീടല്ലേ? അതെ. നിന്റെ ബ്രോക്കർ പണി ഇന്നത്തോടെ തേണ്ടി. അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി മെതിയടി ചെകിടടി കയ്യടി കാലടി മുഖമടി ചാഞ്ഞടി. അതെ, ഭീകരിയായ മനുഷ്യസ്ത്രീ 2 മനുഷ്യാത്മാക്കളെ തേടി നടന്നു വരികയാണ്. ജീവിതത്തിന്റെ മോഹഭംഗങ്ങളിൽ, ദാരിദ്ര്യത്തിന്റെ സമ്പന്നതയിൽ,
ഇതൊന്നും അറിയാത്ത പാവം മനുഷ്യർ അവരുടെ താവളങ്ങളിൽ പാട്ടുപാടി ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ഇവിടെ ഇവിടെ അവൾ ആ താവളത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. അതും ഞാനോ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഇപ്പോ വരാം. ഞങ്ങൾക്കൊരു പരാതിയില്ല. നമസ്കാരം. അയ്യോ അല്ലോ. അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി പ്രസിദ്ധ ഗായകൻ നെതിയടി ചെകിടടി കൈയടി കാലടി മുഖമടി ചാഞ്ഞടി. ചെല്ലിയല്ലേ, ഒരു പരുവ വാങ്ങിയിട്ടുണ്ട്. ആരെ? നിങ്ങളുടെ ആളെ തന്നെ. ആ ചെല്ല്. സ്വാമി ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുമെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ എന്ത് ചതി? ആ എസ്ഐയുടെ സഹോദരിയെ പറ്റി ഞങ്ങൾ പറഞ്ഞത് വെറുതെയാ. അയ്യോ, ഒരു കഥാപ്രസംഗ വേദിയിലായിരുന്നു സംഭവിച്ചെങ്കിൽ എത്ര മനോഹരമായിരുന്നു. കമ്പ്യൂട്ടർ എന്നെ ചതിച്ചു. ഇക്കാര്യം കമ്പ്യൂട്ടർ എന്നോട് പറഞ്ഞില്ല. നീ സബൂറാക്ക്. ഈ പുതിയ കഥ ഞാനിനി അവിടെ അവതരിപ്പിക്കും. എങ്ങനെ അവതരിപ്പിക്കും? അല്ലോ, 6 മാസം കഴിഞ്ഞേ എനിക്ക് വെളിക്കിറങ്ങാനൊക്കൂ. അയ്യോ, മുറിവാന്നോ? അല്ല, അറിവാ. പോടോ വന്റെ പൊട്ടരെ. അയ്യേ, ഇങ്ങനെ കരഞ്ഞാലോ? ഛേ, എന്താ നിഷ ഇത്? ഒരു മാപ്രസിദ്ധീകരണത്തിലെ നായകനെ പോലെ നിന്നെയും കൂട്ടി മദ്രാസിലെ കോടമ്പക്കത്തേക്ക് ഒളിച്ചോടാൻ ഞാൻ തയ്യാറല്ല. എക്സാം കഴിയുന്നതിന് മുമ്പായി അന്ത്യവുമായി നമുക്കൊരു തീരുമാനമെടുക്കാം. ഇപ്പൊ നിഷ പോകും. എനിക്ക് പേടിയാവുന്നുണ്ട് ഗണപതി ചേട്ടാ. ഛേ, നിഷ ധൈര്യമായി പോകും. ഞാനല്ലേ പറയുന്നത്. നീ സ്കൂളിൽ പോയിരുന്നോ? പോയിരുന്നു. സ്കൂൾ ടൈമിൽ നിന്നെ കാണാൻ പാടില്ലാത്ത ചുറ്റുപാടിൽ വെച്ച് ഞാൻ കണ്ടല്ലോ. അസാൻമാർഗിക പ്രവർത്തനമെന്നാണോ എന്റെ അണ്ണൻ ഉദ്ദേശിക്കുന്നത്? വിളിക്കാൻ നോക്കണ്ട. ഏതാ പെണ്ണ്? അതാണോ കാര്യം? അവൾ എന്റെ ഗേൾഫ്രണ്ടാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി ഞങ്ങൾ പ്രണയബദ്ധരാണ്. അപ്പൊ സാറ് 3ാം സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങിയോ? ഛേ, അതൊരു മാനസിക വളർച്ചയുടെ പ്രശ്നമാണ്. എനിക്ക് പ്രേമിക്കാൻ ഒരു മൂന്നാമന്റെ ആവശ്യമില്ല. ഓ, അത് ശരി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ നടനമാടിക്കൊണ്ടിരിക്കുന്ന 4ാംകിട പ്രേമ നാടകം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവന്മാരെ കണ്ടാൽ അറിഞ്ഞുകൂടെ തട്ടിപ്പുകാരാണെന്ന്? തനി തട്ടിപ്പുകാര്. ഇക്കാര്യത്തിൽ അണ്ണനൊരു ശിശുവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സംഭവമാകെ ചളമാക്കി കളഞ്ഞില്ലേ? ചവിട്ടി തേച്ച് കുളമാക്കി കളഞ്ഞു. അതിനൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്. എന്ത് രീതി? കക്ഷി പോകുന്ന വഴിക്ക് വലയും കെട്ടി വലച്ചരടുമായി മാറി നിൽക്കണം. കുടുങ്ങി കുടുങ്ങിന്നൊക്കെ ആദ്യം തോന്നും. പക്ഷെ വല വലിക്കരുത്. ശരിക്കും കുടുങ്ങി കഴിയുമ്പോ ഒരൊറ്റ വലി ആള് വീണിരിക്കും. പിന്നെ കക്ഷി പോണമെങ്കില് നമ്മൾ വല അഴിച്ചു വിടണം. അതിപ്പോ വല എവിടെ കെട്ടും? ഈ കക്ഷി ഒറ്റയ്ക്ക് പോകുന്ന ചില സ്ഥലങ്ങൾ അണ്ണൻ അറിയില്ലേ? കണ്ടുപിടിക്കാം. എങ്കിൽ തയ്യാറായിക്കോളൂ. ലതീഷ. ഹായ്. എന്താ ഇവിടെ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയാലോ. ഐ ലവ് യു. വിജയലക്ഷ്മിയുടെ ബ്രദറാണെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ഫ്രീ ആയത്. അത് മിസ്യൂസ് ചെയ്യരുത്. ഇനി ഇങ്ങനെ പെരുമാറിയാൽ
എന്തായി അണ്ണ? ആകെ നാശമാക്കിയെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഡെസ്പാകുന്നവർക്ക് പറ്റിയതല്ല ഈ പണി. എന്തും നേരിടാനുള്ള ചങ്കൂറ്റം വേണം. ഏതായാലും അണ്ണൻ നനഞ്ഞിറങ്ങി. ഇനി കുളിച്ചു കയറുക. തളരരുത്, വിടാതെ പിന്തുടരണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇന്ന് 10-ാം തീയതിയായി. കടയിലെ കണക്ക് തീർത്തിട്ടില്ല. എനിക്ക് കാശ് വേണം. നാളെ തരാം. സത്യമാണോ? ശരി, ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്റെ സ്വഭാവം മാറും. ഒരു പാഴ്സൽ ഉണ്ട്, അതിലൊരു ഒപ്പിട്ടെ. ഹലോ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? Can you love me? അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? I love you. ഹലോ ഹലോ, ലതീഷ, ഇത് ഞാനാ, അനന്തു. ദയവ് ചെയ്ത് ഫോൺ ഡിസ്കണക്ട് ചെയ്ത് പ്ലീസ്. ഓ ജീസസ്, അനന്തന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പ്ലീസ് ലീവ് മീ അലോൺ. ലതീഷ, അങ്ങനെ പറയരുത്. ഇത് ശരിക്കും ഭ്രാന്താ. അതെ, ഭ്രാന്ത് തന്നെയാ. എനിക്ക് ലതീഷില്ല ജീവിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ മരിക്കുന്നതാ നല്ലത്. മരിക്കാം, പക്ഷെ എങ്ങനെ മരിക്കണമെന്ന് ലതീഷ പറയണം. ഓ, അത് സിമ്പിൾ അല്ലേ? കടൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയാ മതി. ചാടാം, പക്ഷേ അപ്പോൾ ലതീഷ എന്നോടൊപ്പം ഉണ്ടാവണം. ഓ ഷുവർ. വൈകിട്ട് 5 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഇത് കളിയല്ല. ഞാൻ 1 മുതൽ 3 വരെ എണ്ണും. 1 2 3. ഒരു ചാൻസ് കൂടെ തരുന്നു. അതിനിടയ്ക്ക് മനസ്സുമാണെങ്കിൽ മാറിക്കോ. ഞാൻ പറഞ്ഞില്ലേ ചാടിക്കോളാൻ. I love you. അനന്തു, 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 അനന്തു.
നിറയും താരങ്ങളെ നിശതൻ സ്വപ്നങ്ങളെ ഇതുരാഗസാഗരം തിരമാല പാടിടും നിമിഷം പകർന്നിടും ഹൃദയം കവർന്നിടും ഒരു ധന്യമാം വികാര സംഗമം നിറയും താരങ്ങളെ നിശതൻ സ്വപ്നങ്ങളെ നിറയും താരങ്ങളെ നിശതൻ സ്വപ്നങ്ങളെ മോഹമേ നിറസന്ധ്യാദീപമേ നിലവുണരും പ്രായമേ ഇനിയൊന്നായി ചേരുമോ ഇണയിണയായി കൂടുമോ ഇനിയൊന്നായി ചേരുമോ ഇണയിണയായി കൂടുമോ നിറയും താരങ്ങളെ നിശതൻ സ്വപ്നങ്ങളെ ഇതുരാഗസാഗരം തിരമാല പാടിടും നിമിഷം പകർന്നിടും ഹൃദയം കവർന്നിടും ഒരു ധന്യമാം വികാര സംഗമം നിറയും താരങ്ങളെ നിശതൻ സ്വപ്നങ്ങളെ
വെച്ചത് പപ്പയ്ക്ക് ഇഷ്ടമായി കാണില്ല. എനിക്ക് കൂട്ടിന് വേറൊരാളെ പറഞ്ഞു വെച്ചിട്ടല്ലേ പപ്പ പോയത്. ഞാനായിട്ടിപ്പോ ഇങ്ങനെ. അപ്പോ ആ പൂക്കളും ഈ കൂട്ടും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഇഷ്ടായി, നേരായിട്ടും ഇഷ്ടായി, 1000 വട്ടം. ഡിസംബറും മഞ്ഞും വരുമ്പോൾ ഞാൻ എൻ്റെ ബാല്യത്തെക്കുറിച്ച് ഓർക്കും. എന്നും പാട്ടും പാർട്ടിയുമുള്ള ഞങ്ങളുടെ കോട്ടേജിനെ കുറിച്ച്. അന്ന് പപ്പ ഊട്ടിയിലായിരുന്നു. തൂമഞ്ഞിന്റെ തിരശ്ശീലകൾക്കിടയിൽ ഒരു ചെറിയ കോട്ടേജ്. കോട്ടേജിന് ചുറ്റും നിറയെ സൂര്യകാന്തി പൂക്കൾ. പപ്പയ്ക്കെന്നും സൂര്യകാന്തി പൂക്കൾ വലിയ ഇഷ്ടമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ പപ്പ എന്നെ വിളിച്ചിരുന്ന ഓമന പേര് എന്താണെന്നറിയാമോ? ക്വീൻ ഓഫ് ദി ഫ്ലവർ. പപ്പ എന്നാണ് മരിച്ചത്? ഞാൻ 9th പഠിക്കുമ്പോൾ. പിന്നീടുള്ള നാളുകൾ ഏറ്റവും വയ്യാത്തൊരു ഭാരമാണ് അനന്തു എന്റെ ചിറകിൽ. അനന്തു എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും എന്നെ ഫോളോ ചെയ്തപ്പോഴും അപ്പോഴൊക്കെ എനിക്ക് അനന്തുവിന് ജീവനായിരുന്നു. നേരായിട്ടും. ബട്ട് എനിക്കേറെ പ്രോബ്ലംസ് ഉണ്ട് അനന്തു. വീട്ടിയാൽ തീരാത്ത കടം, എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നൊരു ജോലി, ഒരിക്കലും സുബോധമില്ലാത്ത മമ്മി. എനിക്കേറെ പ്രോബ്ലംസ് ഉണ്ട് അനന്തു. എനിക്ക് എന്ന് പറയരുത്, നമുക്ക്. വീട് വെക്കാൻ വേണ്ടി പപ്പ ഫ്രാങ്കിയോട് കുറച്ച് പണം വാങ്ങി. കടം വീട്ടിൽ തീരും മുമ്പ് പപ്പ മരിച്ചു. മരിക്കും മുമ്പേ പപ്പ തീരുമാനിച്ചതാണ് എന്നെ ഫ്രാങ്കിയെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കണമെന്ന്. നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ പപ്പയുടെ കാൽക്കുലേഷൻസ് മുഴുവൻ തെറ്റിപ്പോയി. ലതീഷ, ഒന്ന് കരുതിക്കോളൂ. നീ എനിക്കുള്ളതാണ്. കടങ്ങൾ നമുക്ക് എങ്ങനെ തീർക്കാം? ഇന്ന് 11 മണിക്ക് ഓഫീസിൽ വരണം. ഇന്ന് 11 മണിക്ക് ഓഫീസിൽ വരണം. മതി. ലതീഷ, ആ ചായ എടുത്തു കുടിക്ക്. അപ്പൻ എന്തോ നോക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പം വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചില്ല. ഒന്നുമില്ല. അവര് ഒന്നുമില്ലേ. നിന്റെ വിടാൻ 1-ാം തീയതി പൈസ തരാന്നല്ലേ പറഞ്ഞു?
ഇനി എന്നെ അങ്ങനെ പറ്റിച്ച് മുങ്ങാമെന്ന് കരുതണ്ട. എന്റെ കാശ് തരാതെ തന്നെ ഞാൻ പറഞ്ഞ പ്രശ്നമേ ഇല്ല. എന്താ മുരളി കാര്യം? വാട്ട് ഈസ് ദി പ്രോബ്ലം? ഒന്നുമില്ല സാർ. ഒന്നുമില്ല. എന്റെ ഒരു സ്ത്രീ ഷർട്ടുമ കയറി പിടിക്കോ? സാർ ഇതൊരു കടവടപാടിന്റെ പ്രശ്നമാണ്. കടം വാങ്ങിച്ചാ കൊടുക്കണ്ടേ മുരളി? മോശല്ലേ? ഛേ അയ്യേ. എത്ര തരാനുള്ളത് പെങ്ങളെ? 300 രൂപ. അയ്യോ സാറേ, താനൊന്നും പറയണ്ട, പണം ഞാൻ തരാം. ഓഫീസിൽ വന്നാൽ മതി. പോയിക്കോ. എല്ലാ പ്രശ്നവും തീർന്നല്ലോ? അല്ല, ഞങ്ങളുടെ പ്രശ്നം തീർന്നിട്ടില്ല. എന്താ നിന്റെ പ്രശ്നം? എന്തിനാ ഈ കാശ് കൊടുക്കുന്ന ഞങ്ങൾക്ക് അറിയണം. ഇനി അതൊക്കെ അറിയണ്ടേ? പട്ടികളായിരുന്നു കള്ളന്മാര്. ഓ, കാശ് കൊടുത്തത് അറിയണം. മാനേജർ എവിടെയാ? ദാ മുറിയിലുണ്ട്. ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഇരിക്കണോ? വേണ്ട, ഞാനിവിടെ നിന്നോളാം. സന്തോഷായില്ലേ? സന്തോഷായി. പോട്ടെ. എത്ര അടക്കം ഒതുക്കമുള്ള പെൺകുട്ടി. ഈ സാമീതെന്ന് തുടങ്ങി മോശം. ഹലോ, ഗുഡ് മോർണിംഗ്. Can I take my seat? എന്റെ പഴനി ആണ്ടവാ, ഇവരെന്തിനപ്പം ഇവിടെ ഇരുന്നുള്ളേ? കൊച്ചു കള്ളൻ, നോട്ടം കണ്ടില്ലേ? ഒന്നും അറിയാത്തതുപോലെ. ആ പിശാശി പെണ്ണിലെത്തി. ഈ തള്ള പിശാശിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? പാവം, 11 മണിക്ക് ഞാൻ വരുമെന്ന് കരുതി കാണില്ല. എന്തേ? വേണ്ട, ഇനി നമ്മൾ തമ്മിൽ ഈ ഒളിച്ചൊളി വേണ്ട. ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശക്കാരെ എനിക്ക് ഇഷ്ടാ. അത് പൊട്ടുട്ടാ. പൊട്ടിയാലെന്താ? പൊട്ടിക്കോട്ടെ. സമയം ഇപ്പൊ കൃത്യം 11 മണിയായി. അതിനെന്താ? ഷട്ടിൽ കോക്കിന്റെ കാര്യം മറന്നുപോയോ? എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എനിക്ക് ദേഷ്യം വരും കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറയുന്നേ പ്ലീസ്. ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല. നമുക്ക് വേറെ എവിടെങ്കിലും വെച്ച് സംസാരിക്കാം. വൈകിട്ട് ആ റെസ്റ്റോറന്റിലായാലോ? നേരത്തെ പറഞ്ഞതായിരുന്നു. സോറി, വൈകുന്നേരം കാണാം. ബൈ. എന്റെ പൊന്നേ. I'm sorry. വൈകുന്നേരം കാണാം. ബൈ. ഈ പഴത്തൊലിന്റെ മറ്റും ഇല്ലേ, എനക്കത് വിശ്വാസം വരുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നേരിൽ കാണും, വിശ്വസിച്ചാ മതി. എന്റെ കെട്ടിയവനാ മറ്റോ ആയിരിക്കണമായിരുന്നു. ഞാൻ പോട്ടെ ചേച്ചി. പിന്നെ ഞാനാണിതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞേക്കല്ലേ. എന്ത് വേണം? ഐസ്ക്രീം. 2 ഐസ്ക്രീം. ലത്തീഷയുടെ കണ്ണിൽ എന്നെ ശരിക്കും കാണാം. അനന്തുവിന്റെ കണ്ണിൽ എന്നെയും കാണാം. നമുക്കിങ്ങനെ നോക്കിയിരുന്നാലോ, കൊതി തീരും വരെ? ആരെങ്കിലും കണ്ടാ മോശമാ. അയ്യോ, എന്താ? അപ്പാ, അയ്യോ. അനന്തു, ഒറ്റക്കിരുന്ന് മുഷിഞ്ഞോ? അങ്കിൾ എന്താ ഇവിടെ? സ്വീറ്റ് ഡാർലിംഗ് എന്നല്ലേ കത്തിലൂടെ നീ എന്നെ വിളിക്കാറ്? പുറത്തങ്ങനെ വിളിക്കാൻ മടിയായിരിക്കും അല്ലേ? അങ്കിൾ മടിയായിരിക്കും അല്ലേ? മടിയായിട്ടല്ല, ഇന്ന് ലീവാ. ലീവ് എനിക്കും കിട്ടും, സമയാവട്ടെ. ആദ്യം എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. എങ്കിൽ ഞാൻ വരട്ടെ? ഇപ്പൊ വേണ്ട, ഞാൻ പറയാം. അതല്ല, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വന്നാൽ ശരിയാവില്ല. എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. സോറി, ഒത്തിരി നേരമായോ വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ.
സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വരുമായിരുന്നു. മുഷിഞ്ഞോ? കുറച്ച് മുഷിഞ്ഞു. നാളെ അലക്കാൻ കൊടുക്കണം. കൊറേ മുഷിഞ്ഞു തോന്നുന്നുണ്ടോ? ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചോ? ചുമന്ന പൂ, ചുമന്ന പൂ എനിക്കിഷ്ടാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഐസ്ക്രീം ഓർഡർ ചെയ്തിരിക്കുന്നു. എനിക്ക് ഐസ്ക്രീം എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? കൊച്ചു കള്ളൻ. കഴിക്കുന്നേ? എനിക്ക് വേണ്ടെന്ന്. കഴിക്കുന്നേ? എനിക്ക് വേണ്ടെന്ന്. കഴിക്കുന്നേ? നല്ല ഐസ്ക്രീം. എനിക്ക് വേണ്ട. കുറച്ച് കഴിക്കണം. വേണ്ട. വഴക്കുണ്ടാക്കിയിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടും ഒന്നും എനിക്ക് കാര്യമില്ല. ആണുങ്ങൾ അങ്ങനെയാ, സ്നേഹപൂർവ്വം മയക്കെടുക്കുക നമ്മൾ ചെയ്യേണ്ടത്. மூத்த பையனுக்கு வயசு 24 ஆச்சு. இந்த வயசு காலத்துல இந்த மனுஷனுக்கு எனக்கு ஓக்கம் கூட வைய. எனக்கு தெரியும் அந்த சட்டக்காரி என்னமோ கூடோத்திரம் பண்ணிருக்கு. ഏയ് ചട്ടക്കാരിയൊക്കെ അങ്ങനെ കൂടോത്രൊന്നുമില്ല. ഉണ്ടാവും. ഒരു കൂടോത്രക്കാരനെ അടിക്കടി அந்த വീட்டுக்கு പോறது ഞാൻ പാത്തിருக்கு. ചേച്ചി കരയണ്ട, ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. മോനെ പതി മോളെ എങ്ങോട്ട് വാ. നിങ്ങളുടെ അമ്മയ്ക്ക് പ്രാന്തളി. വാ വാ കാണിച്ചു. അമ്മ ഉനക്ക് എന്നെ ആച്ചടി സുബ്ബമ്മ. One, 2, 3, 4, 5. നീ പച്ച സാരി കെട്ടിരിക്കേ? പിന്നെ എന്നെ സാരി കെട്ടണോ? സാരി ഇല്ലേ? വാങ്ങി വെച്ചിരിക്കാങ്ക മഞ്ഞ സാരി നിറയെ. എന്തേ എന്തേ 1, 2, 3, 4. கொஞ்ச நாளா நான் கவனிச்சுட்டே இருக்கு. எதுக்காக நீங்க தலையில இந்த கரியெல்லாம் போடுறீங்க? 28 வருஷம் ஆயிடுச்சு என்ன கல்யாணம் பண்ணி. ஒரு நாளாவது ஒரு சினிமாக்கு கூட்டிட்டு போயிருக்கா? சொல்லுங்கண்ணா. ഇല്ല. അവിടെ ഒരു പ്രാണനാഥൻ വീട്ടുകാർ എതിർത്താ நீங்க ഒളിച്ചോടി പോയിടുங்க അല്ലേ? എന്നെ പസങ്ങളെ കൊന്നിട്ട് പോയിടുங்க. அப்பதான் நல்லா இருக்கும். ഫസ്റ്റ്
പ്രിയപ്പെട്ട വിജി, വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ കോച്ചിങ് കഴിഞ്ഞു. 18-ാം തീയതി ഞാൻ നാട്ടിലെത്തും. ചില തീരുമാനങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. എന്തും തരണം ചെയ്യാൻ നീ എന്നോടൊപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ, സ്വന്തം കിഷോർ. എന്താ 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 വാട്ട് ഇസ് പ്രോബ്ലം? அப்பா குணம் தானே பொண்ணுக்கு. அப்பா ஒரு வழிக்கு, பொண்ணு வேற வழிக்கு. இத பாருங்க. കുടുംബത്തിന്റെ മാനം കളയല്ലേടി? ഞാൻ അറിയാണ്ട് കുടുംബത്തിന്റെ മാനം കളയാൻ തള്ളി മക്കളറിയിരിക്കുക. എന്തൊരു ശല്യം അത് പണ്ടാറടങ്ങാനായിട്ട്. സത്യം പറയടേ, കിഷോറിന് നിനക്ക് ഇഷ്ട? കൊല്ലു നിന്നെ ഞാൻ. അച്ഛനല്ലാതെ നീ പ്രേമിക്ക? ഇത് ചുമ്മാതെയാ. കല്യാണം ഞാൻ നടത്തി തരാം. കിഷോറിന് എനിക്കറിയാം. കരയിടി എന്നെ ഞാൻ വരൂ വരൂ. അപ്പാ, അമ്മ, അപ്പാ, ഓടി വാങ്ങേ. അമ്മ, അപ്പാ, ഞങ്ങളെ അനുഗ്രഹിച്ചിടുങ്ക അപ്പാ. അപ്പാ, അയ്യോ 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 വിഴുന്നിടിച്ചേ. അപ്പാ, ഞങ്ങളെ അനുഗ്രഹിച്ചിടുങ്ക അപ്പാ. അനുഗ്രഹിക്കടി, അവന് റാങ്ക് കിട്ടിയിട്ടുണ്ടാവും. அப்படியா? നല്ലായിരുമാ. ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ എന്റെ അപ്പ. അമ്മ, പിന്നെ ഞങ്ങള് കല്യാണം കഴിച്ചപ്പാ. കഴിച്ചോ? അതെ അപ്പാ. കടവുളേ. ഓ, ഹായ് ഫ്രാങ്കി. ഹായ്. എന്താ ജീപ്പിൽ തന്നെ ഇരുന്നേ? ഇറങ്ങി വാ. ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കായിരുന്നു. വാ. ഇരിക്ക്. Thank you. I can't wait anymore, auntie. Marriage date fix ചെയ്യണം. എനിക്കിപ്പോ കല്യാണം വേണ്ടെങ്കിലോ? I forgot. ഞാൻ നിനക്കൊരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ബോംബെന്ന്. Take it. Come on, take it. See? I always think of you. Open it. Open it, sweetheart. തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. Sweet, sweet. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ ദിവസം എന്നോണം അയാളുടെ ശല്യമായിരിക്കും.
ഞാൻ ഒരു കാര്യം പറഞ്ഞ ലത്തീഷ കേക്കോ? തൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും പ്രശ്നങ്ങളാ. ആരും അറിയാതെ നമുക്കിവിടെ വിട്ടാലോ? മമ്മിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ലത്തീഷ, ഫസ്റ്റ് 2 വീക്സ്, അത് കഴിഞ്ഞാൽ നമുക്ക് മമ്മിയെ കൂട്ടിക്കൊണ്ടുപോകാം. പിന്നെ ഫ്രാങ്കിയുടെ കാര്യം. ലത്തീഷ, ഇതൊന്ന് നോക്കിയേ. എന്താ അനന്ത ഇത്? ഫ്രാങ്കിയുടെ കടം തീർക്കാനാ. എവിടുന്ന ഇത്രയും രൂപ? പാലക്കാടുള്ള എൻ്റെ ഓഹരി വിറ്റതാ. മുഴുവനും വിറ്റിട്ടില്ല. ഞാൻ പറയാറുള്ള കൊച്ചു വീടും അല്പം പുരയിടും ബാക്കിയുണ്ട്. പിന്നെ എൻ്റെ പാട്ടിയും. അനന്തു, ഞാൻ റിസപ്ഷനിൽ തിരക്കി. അപ്പൊ നീ ഹാഫ് ഡേ ലീവ് എടുത്ത് റെസ്റ്റോറന്റ് ഇരിക്കുകയെന്ന് പറഞ്ഞു. ഫ്രാങ്കി, ഇതെന്റെ ഫ്രണ്ട് അനന്തു. ഇത് ഫ്രണ്ട് മാത്രമാണോ അതോ? ഫ്രാങ്കി, ഫ്രാങ്കി, I love him. I'm going to marry him. Come on. Good. So, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? അനന്തൻ ഒരു ക്ലാസിക് പ്രേമകഥയിലെ സ്ഥിരം വില്ലനായി എന്നെ കരുതുന്നുണ്ടാവും. അങ്ങനെയൊന്നും അല്ല. ഒത്തിരി കുറ്റങ്ങളും സ്വഭാവദൂഷങ്ങളും കുറവുകളുമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കറിയാം. ലത്തീഷ എനിക്ക് ഇഷ്ടമായിരുന്നു. ഐ ലൈക്ക് ഹർ. അവൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നെങ്കിലും ബട്ട് അനന്തൻ അവളുടെ മനസ്സിലുണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതുവരെ ഞാൻ തോറ്റിട്ടില്ല. തോക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഒരു സ്ത്രീയുടെ ലത്തീഷയുടെ വികാരങ്ങൾ മാനിക്കാനുള്ള മനുഷ്യത്വമെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ അത് തെറ്റാണ് അല്ലേ അനന്തൻ? ടേക്ക് ഇറ്റ് ഈസി. ഒരു സിൻസിയർ ഫ്രണ്ടായി നിങ്ങൾക്ക് എന്നെ കാണാം. പക്ഷേ എനിക്കൊരു സംശയമേ മേഴ്സി ആന്റി ഇത് അക്സെപ്റ്റ് ചെയ്യുമോ? പ്രോബ്ലംസ് ലത്തീഷയുടെ വീട്ടിൽ മാത്രമല്ല, എന്റെ വീട്ടിലുണ്ട്. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞാൻ മേഴ്സി ആന്റിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാം. അതല്ല ഫ്രാങ്കി, എന്റെ വീട്ടിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ. I'll tell you one thing. നിങ്ങൾ രണ്ടുപേരും പുറത്തെവിടെങ്കിലും പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് തിരിച്ചു വരൂ. തൽക്കാലം ഇപ്പൊ ഇത് ആരും അറിയണ്ട. പിന്നെ സമയം വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കതിനൊരു പ്ലാൻ ഉണ്ടാക്കാം. എന്താ? ഫ്രാങ്കി, ഒന്നും തോന്നരുത്. ഇത് 80,000 രൂപയുണ്ട്. ലത്തീഷയോട് അനന്തനുള്ള ആത്മാർത്ഥതയാണ് ഇതെന്ന് എനിക്കറിയാം. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ദിസ് 80,000. ഈ രൂപ എനിക്ക് വലിയ എമൗണ്ട് ഒന്നും അല്ല. ടേക്ക് ഇറ്റ്. ആദ്യം നിങ്ങളുടെ മാരേജ് നടക്കട്ടെ, പിന്നെ ആ കടം തീർക്കലൊക്കെ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? താനിങ്ങനെ പേടിക്കാതെ. നാളെ തിരുവനന്തപുരത്ത് വെച്ച് നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. എന്താ? മമ്മിയോട് എങ്ങനെ? അതൊക്കെ ഫ്രാങ്കി മമ്മിയോട് പറഞ്ഞോളൂ. തന്റെ മമ്മി തൽക്കാലം ഇത് അറിയണ്ട. ഫ്രാങ്കിയുടെ കൂടെ 2 days വെക്കേഷൻ പോകാൻ പറഞ്ഞു പോരുക. ഫ്രാങ്കി തന്നെ കടൽപ്പാലത്തിന്റെ ഡ്രോപ്പ് ചെയ്യും. ഞാനവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഒന്നിച്ച് തിരുവനന്തപുരത്തേക്ക്. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് നീ ഇപ്പോഴെങ്കിലും കേട്ടല്ലോ. ഐ ആം വെരി വെരി ഹാപ്പി. എന്റെ മോള് പോയിട്ട് ഹാപ്പി ആയിട്ട് വരണം. നിന്റെ പാപ്പയുടെ വലിയ ആഗ്രഹമായിരുന്നു. കല്യാണം ഞാൻ ഉടനെ നടത്തും. ഹാപ്പി ആയിട്ട് വരണം. എന്റെ മോള് ഹാപ്പി ആയിട്ട് വരണം. Frank is a very nice boy. He's a very good boy. അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞോ അറിയാതെയോ
കോർത്തൊരു മോഹങ്ങൾ ഇത്തിരി വിടരും മുൻപേ ഇവിടെ കൊഴിഞ്ഞു വീണൊരു പുഷ്പങ്ങൾ അവയിൽ നിറയും മധുവിൽ വിധിയുടെ കറുത്ത ചിത്രങ്ങൾ. ഫ്രാങ്കി, എന്റെ മോളെ സൂക്ഷിച്ചു നോക്കണം. ആൻഡ് ഹാവ് എ നൈസ് വെക്കേഷൻ. താങ്ക് യു. മോളെ, ഊട്ടി ചെന്നിട്ട് മമ്മിക്ക് ഫോൺ ചെയ്യണം, മറക്കരുത് കേട്ടോ. ഇപ്പൊ നിനക്ക് മനസ്സിലായി ഫ്രാങ്കി ആരാണെന്ന്. ഗെറ്റ് ഡ്രസ്ഡ്. ആയിസിട്ട് സാരി എടുത്തു കൊടുക്കാൻ. എന്റെ പെണ്ണിനെ വേണമായിരുന്നു അല്ലടാ. എടുത്തോ. ഇത് മൈ വേസ്റ്റ് നൗ. ഞാൻ പുറത്തേക്കിട്ട ചവറാണ് അവള്. എടുത്തോ.
വരരുത്. ഞാൻ പറയുന്നത് കേക്ക്. എന്റെ അടുത്ത് വരരുത്. ലതീഷ. എന്റെ അടുത്ത് വരരുത്. ലതീഷ, എന്റെ അടുത്ത് വരരുത്. ഞാൻ പറയുന്നു കേക്ക്. പ്ലീസ്. ലതീഷ, 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 ലതീഷ. വേണ്ടായിരുന്നു. എന്റെ അടുത്ത് വരരുത്. ഞാൻ പറയുന്നു കേക്ക്. എന്റെ അടുത്ത് വരരുത്. നീ എന്നെ തൊടരുത്. ഞാൻ അനന്തുവിന്റെ പഴയ ലത്തീഷയല്ല. എല്ലാം നശിച്ചവളാണ് ഞാനിപ്പോ. എനിക്ക്